ഹായ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ ബാക്കിയാണ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ബയോ ഫോർട്ടിഫിക്കേഷൻ എന്നൊരു മെത്തേഡ് അല്ലേ. എന്താണ് ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ ഹെഡിങ് തന്നെയാണ്. എന്താണ് പ്ലാൻ ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ഫുഡ് ക്വാളിറ്റി. ഭക്ഷണത്തിന്റെ ഗുണം വർദ്ധിപ്പിക്കാൻ, ഭക്ഷണത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാം, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ പ്ലാന്റ്സിന് ഡിസീസ് റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കാം. ഈ പ്ലാന്റ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആയ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാം. അതാണ് നമ്മൾ പറഞ്ഞത്. വൈറ്റമിൻ എ എൻറിച്ചിൽ വെക്കുക, വൈറ്റമിൻ സി എൻറിച്ചിൽ കാരറ്റ്, ഇങ്ങനെ കൂട്ടി എടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യമാണ്. അതായത് ഇന്ന് ഭൂമിയിലുള്ള ജനസംഖ്യയുടെ 25% ആൾക്കാർക്കും വേണ്ടത്ര ഭക്ഷണം കിട്ടുന്നില്ല. 840 മില്യൺ ആൾക്കാർ, പിന്നെ അതിൽ തന്നെ ബാക്കിയുള്ള തന്നെ 3 ബില്യൺ ആൾക്കാർ നമ്മൾ പഠിച്ചല്ലോ. ഇത് വേറെ കണക്ക് പറയുന്നുണ്ട്. അപ്പോൾ 25% ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ആർ അണ്ടർ ഹങ്കർ ഓർ മാൽ ന്യൂട്രീഷൻ എന്നാണ്. 20% ആൾക്കാർക്ക് ഭക്ഷണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പട്ടിണിയിലാണ് എന്നൊരു പോയിന്റ് പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ അല്ലെ? അതിനുവേണ്ടി നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അതിന്റെ പേരാണ് എന്താണ്? സിംഗിൾ സെൽ പ്രോട്ടീൻ. SCP എന്നാണ് ഇതിന്റെ ചുരുക്കം. പരീക്ഷയ്ക്ക് SCP എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ചോദിക്കും കേട്ടോ. SCP എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ സെൽ പ്രോട്ടീൻ. അപ്പോ മനുഷ്യന് വേണ്ടത്ര ഭക്ഷണം കിട്ടാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ അളവ് എത്രത്തോളം ആണെന്നൊക്കെ പറഞ്ഞു. 25% ഓഫ് ആൾക്കാരും ഇന്ന് നമുക്ക് വേണ്ട ഭക്ഷണം കിട്ടുന്നില്ല. അപ്പൊ അതിനൊരു പരിഹാരം കണ്ടിട്ട് എന്താണ്? സിംഗിൾ സെൽ പ്രോട്ടീൻ അല്ലെ? എന്താണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയാനോ? അതിന് കാരണം എന്താ പറയുന്നത്? ഈ കൺവെൻഷണൽ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഡു നോട്ട് പ്രൊവൈഡ് ആഡിക്വേറ്റ് ഫുഡ് ഫോർ ഹ്യൂമൻ നീഡ്. അതാണ് നമ്മുടെ കൺവെൻഷണൽ അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്ന് പറയുന്നത്. പരമ്പരാഗത കൃഷി രീതി നമ്മൾ പറയത്തില്ല അല്ലെ? പരമ്പരാഗത കൃഷി എന്തുവാണ്? നെല്ല് നടുന്നു, ഗോതമ്പ് നടുന്നു, ചോളം നടുന്നു. ഇതൊന്നും തന്നെ നമ്മൾ എന്തൊക്കെ മെത്തേഡ് അതിനകത്ത് ചെയ്താൽ, അതായത് അതിനകത്ത് നമ്മൾ ബയോടെക്നോളജിക്കൽ മെത്തേഡുകൾ അടിച്ചു കയറ്റിയാലോ, അല്ലെങ്കിൽ മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് പറയുന്ന മെത്തേഡ് കയറ്റിയാലോ, സോമാക്ലോണൽ വേരിയേഷൻ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് കയറ്റിയാലോ, അതല്ലെങ്കിൽ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന മെത്തേഡ് കയറ്റിയാലോ, 3-4 മെത്തേഡുകളുണ്ട്. ഇതിൽ എല്ലാവരും ചിലതൊക്കെ ഞാൻ പറയുന്നുണ്ട് അല്ലെ? ക്ലാസിക് ഹൈബ്രിഡൈസേഷൻ നമ്മൾ ആദ്യം പഠിച്ചത്, മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്താണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു, സോമാക്ലോണൽ വേരിയേഷൻ എന്താണ് നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ഒരെണ്ണം നമ്മൾ പഠിക്കാൻ പോവാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. കാർഷിക മേഖലയിൽ ഒരു പുതിയ മാറ്റമാണ്. ജീനുകൾ മുറിച്ചു മാറ്റിയോ കൂട്ടിച്ചേർത്തിയോ ജീവജാലങ്ങൾ സ്വഭാവ വ്യത്യാസം ഉണ്ടാക്കാം എന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. അടുത്ത 2 ചാപ്റ്ററിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതും പ്ലാൻ ബ്രീഡിംഗ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതൊരു മെത്തേഡാണ്. ഒരു ചെടിക്ക് ഒരു പുതിയ സ്വഭാവം വരണമെങ്കിൽ ആ സ്വഭാവത്തിന് കാണാൻ ജീൻ അതിനകത്ത് കൂട്ടിച്ചേർത്താൽ മതി. അത് ഏറ്റവും പുതിയ മെത്തേഡാണ്. ക്ലാസിക്കൽ മെത്തേഡ്, ഏറ്റവും റീസെന്റ് ആയ മെത്തേഡ്. ജീനുകളെ എടുക്കുവാനും ആ ജീനുകളെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നു കണ്ടുപിടിക്കാനും, ആ ജീനുകൾ മുറിച്ചു മാറ്റിയ സ്വഭാവം ഇല്ലാതാക്കുവാനോ, അല്ലെങ്കിൽ ആ ജീൻ എടുത്ത് വേറെ ചെടിക്ക് ഒട്ടിച്ചു വെച്ചുകൊണ്ട് അത് സ്വഭാവം ഉണ്ടാക്കുവാനോ കഴിയും. ഇപ്പൊ ചെടിയിൽ ഒട്ടിച്ചു വെക്കുക എന്ന് പറയുന്നത് എവിടെ ഒട്ടിച്ചു വെക്കുക? ചെടി ഇലയിലാണോ? ഇപ്പൊ ഇലയ്ക്ക് ഗുണം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇലയിലാണോ ഒട്ടിച്ചു വെക്കേണ്ടത്? ഏത് അവസരമായിരിക്കും? ചെടികൾ അതിന്റെ ഗാമിയറ്റിക് സ്റ്റേജിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സൈഗോട്ട് സ്റ്റേജിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എംബ്രിയോണിക് സ്റ്റേജിലിരിക്കുമ്പോൾ അതിനകത്തുള്ള സെല്ലിനകത്ത് നമ്മൾ ജീൻ കയറ്റുകയാണെങ്കിൽ ആ ജീനുകളും ആ DNA മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാ സെല്ലിലും എത്തിച്ചേരും അല്ലെ? ഇങ്ങനെ മെത്തേഡുണ്ട്. നമ്മൾ പിന്നെ പഠിക്കും. ഇതും പ്ലാൻ ബ്രീഡിംഗ് ഉപയോഗിക്കുന്ന നൂതന വിദ്യയാണ്. എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇനി നമ്മൾ പഠിക്കാൻ പോവാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. അത് നമ്മൾ ഇന്ന് പഠിക്കും. അപ്പൊ ഈ 5 വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ പുതിയ പുതിയ ചെടികളിൽ പുതിയ പുതിയ സ്വഭാവങ്ങൾ ഉണ്ടാക്കിയാലും ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു മീറ്റ് ദ നീഡ് ഓഫ് ഹ്യൂമൻ കൺസപ്ഷൻ ഫോർ ഫുഡ്. മനുഷ്യന്റെ ഉപയോഗത്തിന് ഭക്ഷണം തികയത്തില്ല. നിങ്ങൾ ഇവിടെ ഒരുപാട് തികയുന്നുണ്ടല്ലോ. ഇന്ത്യ സത്യം പറഞ്ഞാൽ ഭക്ഷണ കാര്യത്തിൽ ഒരു സമ്പുഷ്ട രാജ്യമാണ്. എന്നാൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, സൊമാലിയ പോലെ രാജ്യങ്ങളുണ്ട്. പട്ടിണിയുടെ ആൾക്കാർ മരിക്കുന്ന രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ലോക ജനസംഖ്യ മൊത്തത്തിൽ എടുത്താൽ 20% ആൾക്കാർക്ക് ഇപ്പൊ എന്ത് കിട്ടുന്നില്ല? ഭക്ഷണം കിട്ടുന്നില്ല. അതാണ് ഒരു പ്രത്യേകത. ഇനി നമ്മൾ ഞാൻ പറഞ്ഞു 20% ആൾക്കാർക്ക് ആഡിക്വേറ്റ് ഫുഡ് കിട്ടുന്നില്ല. അത് അണ്ടർ ഹങ്കർ അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ, HNGR അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ. രണ്ടാമത് മനുഷ്യന്റെ സ്വഭാവ വ്യത്യാസം എന്താ പറയുക? ദേ ഹാവ് ഷിഫ്റ്റഡ് ഫ്രം ഗ്രെയിൻ ടു മീറ്റ്. മനുഷ്യൻ അങ്ങനെ വ്യത്യാസമാകുമ്പോൾ കാണിച്ചു തുടങ്ങി അല്ലെ? ആൾക്കാർ ധാന്യം തന്നതിന് പകരം എങ്ങോട്ട് മാറി തുടങ്ങി? മീറ്റിലേക്ക് മാറി തുടങ്ങി. Human nature has shifted their mind of eating from grain to meat. അല്ല മനസ്സിലായോ? ഇതൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങളടുത്ത് പറയാണ് 2 കല്യാണത്തിന് എന്ത് പോകണം? നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ വിളിച്ച് പറയാണ്, ഇത് ഇന്ന് 2 കല്യാണം ഉണ്ട്, നമ്മുടെ 2 കല്യാണം വിളിച്ചിട്ടുണ്ട്.
ഒന്നൊരു മുസ്ലിം കല്യാണമാണ്, ഒന്നൊരു ഹിന്ദു കല്യാണമാണ്. ഞാൻ പറഞ്ഞു തരുന്നു. നിങ്ങൾ ഏത് കല്യാണത്തിനാണ് നിങ്ങൾക്ക് പോകാൻ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സുഹൃത്തുക്കളല്ല, നിങ്ങൾ അച്ഛന്റെ ബന്ധുക്കളാണ്, അച്ഛന്റെ പരിചയത്തിലുള്ള ആൾക്കാരാണ്, അച്ഛനെ പകരം നിങ്ങളെ അയക്കുകയാണ്. ഈ രണ്ട് വീട് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ഏത് വീട്ടിൽ പോകും? നിങ്ങൾ 90% പേര് എന്ന് പറയുന്നവരാണ് മുസ്ലിം വീട്ടിൽ പോകും. എന്താ കാര്യം? ബിരിയാണി തട്ടാം അല്ലേ, അതാണ് കാര്യം. അപ്പൊ നമുക്കൊക്കെ ഭക്ഷണം ഇറച്ചിയോടാണ് താല്പര്യം കൂടുതൽ അല്ലേ, ഇറച്ചിയോടാണ്. അതാണ് ഇപ്പൊ നിങ്ങളത് പിന്നെ ഒരാൾക്ക് വെറും സദ്യ തരുന്ന ഒരാൾക്ക് ബിരിയാണി നിങ്ങൾ ബിരിയാണി എടുക്കും. ഒരാൾക്ക് പറയാം മീൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ സാമ്പാർ കറിയുണ്ട്, ഏത് വേണം സാമ്പാർ കറി എടുത്ത് കളയും അല്ലെ. നിങ്ങൾ മീനും ചിക്കനും മട്ടൻ ഇങ്ങനെയുള്ളതൊക്കെ പോകും അല്ലേ. അതായത് ടേസ്റ്റ് കൂടുതലാണ്. അത് ടേസ്റ്റ് കൂട്ടിയെടുത്താണ് നമ്മൾ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് പാകം ചെയ്ത് പല ഘടകങ്ങളൊക്കെ ചേർത്ത് ടേസ്റ്റ് നമുക്കത് ഇഷ്ടം. സോ വി ഹാവ് ഷിഫ്റ്റഡ് ഫ്രം ഗ്രെയിൻ ടു മീറ്റ് അല്ലെ. ഗ്രെയിൻ ധാന്യങ്ങളിൽ നിന്നും ഇറച്ചിയിലേക്ക് മാറി. അത് എന്തിന് ഡിമാൻഡ് കൂട്ടി? എന്തിന് ഡിമാൻഡ് കൂട്ടി? വി ഹാവ് ഷിഫ്റ്റഡ് ഫ്രം ഗ്രെയിൻ ടു മീറ്റ്. എന്തിന് ഡിമാൻഡ് കൂട്ടി? നിങ്ങളൊരു മീറ്റിന്റെ ഡിമാൻഡ് കൂട്ടി അല്ല, അത് ഗ്രെയിന്റെ ഡിമാൻഡാണ് കൂട്ടിയത്. ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഓഫ് ഗ്രെയിൻ. കാരണം എന്താ അറിയാമോ, ഒരു പശുവിന് നിങ്ങൾ 1 കിലോ ഇറച്ചി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, 1 കിലോ മീറ്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ യു ഹാവ് ടു പ്രൊവൈഡ് 3 to 10 kg ഓഫ് ഗ്രെയിൻ. മനസ്സിലായോ? ഇപ്പൊ ഇറച്ചിക്ക് വേണ്ടി നിങ്ങൾ കോഴിയെ വളർത്തുകയെന്ന് വെച്ചോളൂ. കോഴിയുടെ ശരീരത്തിൽ 1 കിലോ ഇറച്ചി ഉണ്ടാകണമെങ്കിൽ അതിന് 3 മുതൽ 10 കിലോ ധാന്യം തിന്നാൻ കൊടുക്കണം. പന്നിയെ വളർത്തുകയാണെന്ന് വെച്ചോളൂ. പന്നിയുടെ ശരീരത്തിൽ 1 കിലോ ഇറച്ചി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ അതിന് 3 മുതൽ 10 കിലോ ധാന്യം അതിന് ഭക്ഷണമായിട്ട് കൊടുക്കണം. ഇറച്ചിക്ക് വേണ്ടി കാളകളെ വളർത്തുകയെന്ന് വെച്ചോളൂ. നിങ്ങൾ അതിന്റെ ശരീരത്തിൽ 1 കിലോ ഇറച്ചി ഉണ്ടാകണമെങ്കിൽ 3 കിലോ മുതൽ 10 കിലോ വരെ ധാന്യം കൊടുക്കും. നിങ്ങൾ ഒരു കയ്യെ അങ്ങനെ അഴിച്ചുവിട്ട് പുല്ല് കിട്ടിച്ചാൽ പോലെ. നിങ്ങൾ ഓർക്കണം, നമ്മൾ ഈ നാട്ടുമ്പുറത്തിൽ കോഴിയോ അല്ലെങ്കിൽ കാളെ വളർത്ത പോലെയല്ല വലിയ വലിയ ഫാമുകളിൽ അതിനെ അഴിച്ചുവിട്ടല്ല ആയിരക്കണക്കിന്. നിങ്ങൾ നാമക്കൽ എന്ന സ്ഥലത്തുണ്ട്, തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഫാമിൽ 1,00,000 കോഴികളാണുള്ളത്. അതിനൊന്നും അഴിച്ചു വിടത്തില്ല, എല്ലാം തട്ടുകളായിട്ട് ഇങ്ങനെ തന്നെ അതിനകത്ത് ഇങ്ങനെ ഞാൻ പടമൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ടല്ലോ, അതിങ്ങനെ വളർത്തുക. അപ്പൊ അതിന് ഭക്ഷണം കൊടുക്കണം. അപ്പൊ പുല്ലരിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കോഴിക്ക് എന്താ തീറ്റി കൊടുക്കേണ്ടത്? ധാന്യങ്ങളാണ്. ഏതാണ് ധാന്യം? അരി, ഗോതമ്പ്, ചോളം. മനുഷ്യൻ തിന്നേണ്ട സാധനമാണ് അതിന് കൊടുക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അരി, ഗോതമ്പ് താല്പര്യമില്ല, നിങ്ങൾക്ക് ഇറച്ചി വേണമെങ്കിൽ ഇറച്ചി തരാം. പക്ഷെ ഇറച്ചി തരണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കോഴിക്കെന്ന് കൊടുക്കണം? 3 മുതൽ 10 കിലോ ധാന്യം കൊടുക്കണം. അല്ലെങ്കിൽ 3 കിലോ 10 കിലോ ധാന്യം കൊടുത്താലേ ഒരു കാളയുടെ ശരീരത്തിൽ 1 കിലോ ഇറച്ചി ഉണ്ടാകുള്ളൂ. അപ്പൊ എന്തിന്റെ ഡിമാൻഡ് കൂടി? ഗ്രെയിന്റെ ഡിമാൻഡ് കൂടി. അപ്പൊ പ്രൊഡക്ടിവിറ്റി എന്ത് വർദ്ധിക്കണം? നമ്മൾ വർദ്ധിപ്പിക്കണം. ഇപ്പൊ 10 കിലോ അരി ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ 1 മാസത്തേക്ക് ജീവിക്കാം അല്ലെ. 10 കിലോ അരി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അമ്മയോട് ചോദിച്ചു, 10 കിലോ അരിയാണ് നിങ്ങളുടെ വീട്ടിൽ വാങ്ങേണ്ടത്. 1 മാസത്തേക്ക് ധാരാളമാണ് അല്ലെ. അത് തിന്നാൽ 1 കിലോ ഇറച്ചി കിട്ടും, 1 കിലോ ഇറച്ചി കിട്ടും. വാശി നിങ്ങൾക്ക് എത്ര നേരം കാണാം? നിങ്ങൾ ആഞ്ഞത് തിന്നാൽ 2 പേര് തിന്നാനുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു ദിവസം തിന്നാനുള്ള ഭക്ഷണമാക്കി 1 മാസത്തെ ഭക്ഷണത്തെ നമ്മൾ കുറയ്ക്കല്ലേ ചെയ്യുന്നത്. സോ ഇറ്റ് ഇൻക്രീസ് ഡിമാൻഡ് ഓഫ് ഗ്രെയിൻ. മനസ്സിലായോ? അപ്പൊ വീണ്ടും നമ്മൾ വെല്ലുവിളി കേൾക്കുവാണേ. ധാന്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ശീലം മാറി. ഇപ്പൊ എന്താണ്? വി നീഡ് മീറ്റ് അതർ ദാൻ ഗ്രെയിൻ. സോ വാട്ട് ഈസ് നീഡ്? ദ ഡിമാൻഡ് ഓഫ് ഗ്രെയിൻ ഇൻക്രീസ്ഡ് ബിക്കോസ് വി ഹാവ് ടു പ്രൊഡ്യൂസ് അല്ലെങ്കിൽ പ്രൊവൈഡ് 3 to 10 kilogram of grain to make 1 kilogram of meat. 10 കിലോ അരി ഉണ്ടെങ്കിൽ 1 മാസം ഒരു വീട്ടിൽ കഴിയാമെന്നിരിക്കെ 1 കിലോ ഇറച്ചിയാക്കിയത് മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരു നേരത്തേക്ക് തിന്നാനേ ഉള്ളൂ അല്ലേ. അപ്പൊ എന്തിന്റെ ഡിമാൻഡ് കൂടി? ഗ്രെയിന്റെ ഡിമാൻഡ് കൂടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് വേറെ ഫുഡിന്റെ വഴി കണ്ടുപിടിക്കണം. അതാണ്. അപ്പൊ ഇതിനാണ് എന്ത് കണ്ടുപിടിച്ച് ആൾട്ടർനേറ്റീവ് പ്രോട്ടീൻ. നമ്മൾ ആ ആൾട്ടർനേറ്റീവ് മെത്തേഡ് വഴി കണ്ടുപിടിച്ച സാധനമാണ് എന്താണ്? സിംഗിൾ സെൽ പ്രോട്ടീൻ. സിംഗിൾ സെൽ പ്രോട്ടീൻ പ്രോട്ടീൻ മാത്രമാണോ? അല്ല, ഇറ്റ് ഈസ് നോട്ട് പ്രൊവൈഡിംഗ് പ്രോട്ടീൻ. ആ പേര് പറയുന്നേ ഉള്ളൂ. വി ആർ യൂസിംഗ് വാട്ട് ഈസ് സിംഗിൾ സെൽ പ്രോട്ടീൻ? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് യൂസിംഗ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് യൂസിംഗ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആസ് ഫുഡ്. ഏകകോശ ജീവജാലങ്ങളെ ഫുഡായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡിന് വിളിക്കുന്നവരാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ. വാട്ട് ഈസ് സിംഗിൾ സെൽ പ്രോട്ടീൻ? ദാറ്റ് ഈസ് പ്രോട്ടീൻ ബ്രാക്കറ്റഡ് ഫുഡ് obtained from unicellular organisms called single cell protein. അല്ലേ? അപ്പൊ നമ്മൾ 2 എക്സാമ്പിൾ പറയാം. നിങ്ങൾ തന്നെ ഫസ്റ്റ് ഇയർ ചാപ്റ്റർ സ്പേസ് ട്രാവലേഴ്സ് സ്പേസിൽ പോകുമ്പോൾ അവര് ഒരു ഏകകോശ സസ്യത്തെ കൊണ്ടുപോകും. ഏതായിരുന്നു അത്? ക്ലോറല്ല. ഒരു ബ്ലൂഗ്രീൻ ആകെ കൊണ്ടുപോകും. അതിന്റെ പേര് സ്പൈറുലിന. ഇതെല്ലാം ഏകകോശ സസ്യങ്ങളാണ്. ഇതിന് നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. ഇത് ഏകകോശ സസ്യങ്ങളല്ലേ, കാണാൻ പോലും ഇല്ലല്ലോ. ശരിയാണ്, കാണാൻ പോലും ഇല്ല. എന്റെ കയ്യിൽ ചുവപ്പ് പൊടിയുണ്ട്, കാണാമോ? കാണാമോ?
വലിയ പാടല്ലേ? പക്ഷെ ചോക്കൂടി ഉണ്ടേ. ഒരു തരി എടുത്ത് തരാൻ പോകും, ഒരു തരി. ക്യാൻ യു ടേക്ക് 1 particle of ചോക്കോളി ഡസ്റ്റ്? മൈദാമാവ് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, കൊണ്ടൊന്ന് കുഴച്ചടിച്ച് പൊറോട്ട ഉണ്ടാക്കി തിന്നല്ലോ. മൈദാമാവിന്റെ ഒരു തരി എടുത്ത് തരാൻ നിങ്ങളെ കൊണ്ട് ഒക്കില്ല. ഫേസ് പൗഡർ മുഖത്തിടാറുണ്ടല്ലോ, അതിന്റെ ഒരു തരി എടുത്ത് തരുന്നുള്ളൂ, ഒക്കത്തില്ല. പക്ഷെ അതൊരു കൂട്ടമാകുമ്പോൾ ഇറ്റ്സ് എ മാസ്. മൈദാമാവ് ഒരു ചാക്ക് കൊണ്ടുവരാം അല്ലെ, അരി പൊടിച്ചത് ഒരു ചാക്ക് കൊണ്ട് നിങ്ങൾ കൊണ്ടുവരാം, പക്ഷെ അതിന്റെ ഒരു പൊടി എടുത്ത് കാണിക്കുന്ന നിങ്ങൾ ഉണ്ടാകത്തില്ല. ഇത് തന്നെയാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ കാര്യത്തിൽ. ഒരു കോശത്തെ കാണാൻ പറ്റത്തില്ല, പക്ഷെ യു ക്യാൻ സീ ഇറ്റ് വെൻ ഇറ്റ് ഇസ് എ കളക്ഷൻ. യു ക്യാൻ വെയിറ്റ് ഇറ്റ് ആൻഡ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ മെറ്റീരിയൽ വെൻ ഇറ്റ്സ് എ കളക്ഷൻ. ഇതാണ് സംഭവം. ഏകകോശ സസ്യത്തെ കാണാൻ പോലും ഒക്കില്ല, പക്ഷേ ഇതിന്റെ ഒരു കളക്ഷൻ വരുമ്പോൾ യു ക്യാൻ സീ ഇറ്റ്, യു ക്യാൻ ടേക്ക് ഇറ്റ്, യു ക്യാൻ വെയിറ്റ് ഇറ്റ് ആൻഡ് യു ക്യാൻ ഈറ്റ് ഇറ്റ്. തിന്നാനും കഴിയും. നിങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, വേർച്ചെടുക്കാൻ കഴിയാത്ത ഒരു ഗോതമ്പ് പൊടിയുടെ ഒരു തരിയെ നിങ്ങൾ പുട്ടുമാവുണ്ടാക്കി തരുന്നില്ലേ, പുട്ടാക്കി തരുന്നില്ലേ? ഇത് തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ എന്താണ് ഫ്ലോറൽ ആൻഡ് സ്പൈറൽ സിംഗിൾ സെൽ പ്രോട്ടീൻ? ഓർക്കണം, ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത്? അപ്പൊ വീണ്ടും ഞാൻ പറയാം, വാട്ട് ഈസ് സിംഗിൾ സെൽ പ്രോട്ടീൻ? It is the protein or food obtained from unicellular organisms like chlorella and spirulina. ഒന്നുകൂടെ പഠിക്കും കേട്ടോ. എന്റെ പേരുടെ പറയാം, എന്റെ ഒരു സൂക്ഷ്മമായ ഒരു ഓർഗനിസം ആണ് മെത്തിലോഫിലസ്. മെത്തിലോട്രോപ്പസ്. മെത്തിലോട്രോപ്പസ് ഞാൻ കാണിക്കുന്നുണ്ട്. സിംഗിൾ സെൽ പ്രോട്ടീന്റെ പടങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ക്ലോറല്ലയുടെ സ്പൈറുലിന കാണിക്കുന്നുണ്ട്. അപ്പൊ മെത്തിലോഫിലസ്, മെത്തിലോട്രോപ്പസ്, ഈ 3 ഓർഗനിസത്തെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗിൾ സെൽ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ വാട്ട് ആർ ദി ഓർഗനിസം ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് സിംഗിൾ സെൽ പ്രോട്ടീൻ? സ്പൈറുലിന, ക്ലോറല്ല ആൻഡ് മെത്തിലോഫിലസ്, മെത്തിലോട്രോപ്പസ്. ഇവയെല്ലാം തന്നെ യൂണിസെൽ ഓർഗനിസം ആണ്, മൈക്രോബ്സ്. ഇനി ഇവയിൽ നിന്ന് എന്തെല്ലാം കിട്ടും? ഇറ്റ് വിൽ ഗിവ് കാർബോഹൈഡ്രേറ്റ്, ഇറ്റ് വിൽ ഗിവ് വൈറ്റമിൻസ്, ഇറ്റ് വിൽ ഗിവ് പ്രോട്ടീൻ. എല്ലാം കിട്ടും. പ്രോട്ടീൻ കിട്ടും, വൈറ്റമിൻ കിട്ടും, കാർബോഹൈഡ്രേറ്റ് കിട്ടും. ഫാറ്റ് വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ അല്ലേ? ഇതാണ് നിങ്ങളത് ഞാൻ പറയാണ്. ഇനി ഞാൻ പറയുന്ന ലോജിക്കായിട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾ ചീര കറി വെച്ച് കഴിക്കും ആണല്ലോ, ചീര കറി വെച്ച് കഴിക്കും. ചീരക്കകത്ത് എന്തുള്ളത്? പ്ലാന്റിന്റെ ഇല. പ്ലാന്റിന്റെ ഇലക്കകത്ത് എന്താണ്? പ്ലാന്റിന്റെ സെൽ അല്ലേ? ഓർത്തത് ഒരു ചീരയുടെ ഇല നിങ്ങൾ കറി വെച്ച് കഴിക്കുക. ഇതിനകത്ത് 1,00,000 സെല്ലുണ്ടെന്ന് വെച്ചോളൂ. ചീരയുടെ ഇലക്കകത്ത് 1,00,000 സെൽ. അതാണ് സെൽ. സെൽ വാൾ, പ്ലാസ്മ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം. ഒരു ക്ലോറല്ല എടുക്കൂ, സെൽ വാൾ, പ്ലാസ്മ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം. എന്താ വ്യത്യാസം? ചീരയുടെ ഇല നിങ്ങൾ കറി വെച്ച് കഴിക്കുമ്പോൾ നിങ്ങൾ വയറ് കുറഞ്ഞു വെച്ചു, നിങ്ങൾ ഇത് നേരം ഒന്നും തന്നെ. ഇനി വേറെ ഈ ഇലയുടെ അറ്റത്തിന് പുഴു ഇരിക്കുന്നു വെച്ചു. പുഴു, ഈ പുഴു എന്തോ തിന്നുന്നത്? ചീരയുടെ ഇല മാത്രമാണ്. പുഴു ഒരു ജന്തുവാണ്. ആ ജന്തുവിന് ഭക്ഷണത്തിന് എന്തെല്ലാം ഘടകം കിട്ടണം? കാർബോഹൈഡ്രേറ്റ് വേണം, സ്റ്റാർച്ച് വേണം, വൈറ്റമിൻ വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം. ഇതെല്ലാം പുഴുവിന് കിട്ടുന്നുണ്ട്. ഉണ്ട്. ആന എടുക്കും. ആന എന്തോ തിന്നുന്നത്? കാട്ടിലുള്ള ആന, വനത്തുള്ള ആന തിന്ന് വെറും പുല്ലും സസ്യങ്ങളുടെ ഇലയും പറ്റുമല്ലേ? അതിനാവശ്യമുള്ള എല്ലാ ഘടകങ്ങളും അതിന് കിട്ടുന്നില്ലേ? എന്ത് കിട്ടുന്നുണ്ട്? ഏതൊരു അനിമലിന് ജീവിക്കണമെങ്കിലും ഭക്ഷണത്തിൽ 5 ഘടകം വേണം. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻ. ഇതെല്ലാം പുല്ല് തിന്നുന്ന ആനയ്ക്ക് കിട്ടുന്നുണ്ട്, പശുവിന് കിട്ടുന്നുണ്ട്, കാളയ്ക്ക് കിട്ടുന്നുണ്ട്, എരുമയ്ക്ക് കിട്ടുന്നുണ്ട്, പോത്തിന് കിട്ടുന്നുണ്ട്, മാനുകൾ കിട്ടുന്നുണ്ട്, മുയലിനും കിട്ടുന്നുണ്ട്. വെറും പുല്ലല്ലേ തിന്നുന്നത്? എന്ന് വെച്ചാൽ പുല്ല് തിന്നാൽ നമുക്ക് ജീവിക്കാം. പിന്നെ ഒരു പ്രത്യേകത, പുല്ലിനകത്തുള്ള സെല്ലുലോസ് ദഹിപ്പിക്കാൻ നമ്മളെ കൊണ്ട് ഒക്കത്തില്ല. അതുകൊണ്ട് പാചകം ചെയ്ത് കഴിക്കണം. അത്രേ ഉള്ളൂ. പച്ചയ്ക്ക് നമുക്ക് ദഹിക്കത്തില്ല. കാരണം പുല്ലിലുള്ള സെല്ലുലോസ് ദഹിപ്പിക്കാൻ ഒരു ബാക്ടീരിയയുടെ സഹായം വേണം. അത്തരം ബാക്ടീരിയ നമ്മുടെ വയറ്റിലില്ല. എന്നാൽ ഇത്തരം മൃഗങ്ങളുടെ വയറ്റിലുണ്ട്. ഇതേയുള്ള വ്യത്യാസം. അപ്പം ഭക്ഷണാവശ്യം ചീര കഴിച്ചാൽ മതി. ചീര കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ആവശ്യമുള്ള ഘടകങ്ങളെല്ലാം കിട്ടത്തില്ലേ? എന്ന് വെച്ചാൽ ഇതൊരു ഫുഡല്ലേ? ഈ ക്ലോറല്ല നിങ്ങൾ ഒരു 10, ഇപ്പൊ ഈ ചീരക്കകത്ത് 10,000 സെല്ലുണ്ടെന്ന് വെച്ചോളൂ. നിങ്ങൾ ഒരു ഗ്ലാസ്സിനകത്ത് കുറെ ക്ലോറല്ല ആണെങ്കിൽ വെള്ളം ഒഴിക്കും. അതിൽ 10,000 സെല്ലുണ്ടെങ്കിൽ യു ആർ ഈറ്റിംഗ് ജസ്റ്റ് ലൈക്ക് എ ചീര അല്ലേ? സോ ദാറ്റ്സ് എ ഫുഡ്. മനസ്സിലായോ? സോ വി ക്യാൻ യൂസ് ദീസ് യൂണിസെൽ ഓർഗനിസംസ് ആസ് ഫുഡ്. അപ്പൊ നിങ്ങൾ ഇതെങ്ങനെ ചീരക്കകത്ത് കരുതി ഈ ക്ലോറല്ല എങ്ങനെ ഭക്ഷണം? സിമ്പിൾ. ക്ലോറല്ല ഒരു ടാങ്കിനകത്ത് വളർത്തുന്നു. ക്ലോറല്ല മൾട്ടിപ്ലൈ ചെയ്ത് ടാങ്കിന്റെ നിറം എന്തായിരിക്കും? നല്ല പച്ച നിറം, ക്രൂഡായിട്ടുള്ള പച്ച നിറം. അതിന്റെ അർത്ഥം എന്താണ്? ക്ലോറല്ല വർദ്ധിച്ച് വരുവാണെന്നല്ലേ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു അക്വേറിയം ഉണ്ട്. അക്വേറിയം 2 മീനുകളെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മീനുകൾ ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്കും 2 മീനിനെ തിന്നാനുള്ള ഫുഡേ കൊടുക്കുന്നുള്ളൂ എന്ന് വെച്ചോളൂ. 2 മീനുകളും തിന്നുന്നു. ഭക്ഷണം അധികം വരുമോ? ഇല്ല. പക്ഷെ നിങ്ങൾ 2 മീനുകളെ ഇട്ടിട്ട് 3 മീനുള്ള ഭക്ഷണം കൊടുത്താൽ 1 മീനിന്റെ ഭക്ഷണം എക്സ്ട്രാ വരും. അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരും. വെള്ളം എന്തായി മാറും? ശുദ്ധജലം മലിനജലമാകും അല്ലേ? ഒരാഴ്ച കഴിയുമ്പോൾ അതിനകത്ത് പച്ച നിറം വരും അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറയുക? അയ്യോ വെള്ളത്തിൽ പായൽ ഒന്നല്ലേ? നിങ്ങൾ ആ പായൽ നീക്കം ചെയ്യുന്നില്ലെങ്കിൽ സംഭവിക്കും. പച്ച നിറം കൂടി വരും. നിങ്ങൾ കണ്ടോ നാട്ടുപുറത്തെ കുളങ്ങളൊക്കെ നശിച്ചെടുക്കുന്നുണ്ടോ? പച്ച നിറം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത് എന്താണ്? പായലാണ്. മൊത്തം യൂണിസെല്ലാറായിട്ട് മൾട്ടിസെല്ലാറായിട്ടുള്ള പായലുകളാണ്. അവർ പടോട്ട് കാണിക്കുന്നുണ്ടല്ലോ. ഇതുപോലെയാണ്.
പച്ച നിറത്തിലുള്ള കുളങ്ങള്, വെള്ളം എല്ലാം പച്ച നിറത്തിലെല്ലാം പായൽ നിറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. സത്യത്തിൽ ആ പായൽ എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നിങ്ങൾ ഭംഗിയായിട്ട് തിളപ്പിച്ച് കുടിക്കും. ഇറ്റ്സ് എ സൂപ്പ് കണ്ടെയ്നിങ് ഹൈ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ഉള്ള ആനയുടെ ഭക്ഷണം പോലെ. നിങ്ങൾക്കൊന്നും സംഭവത്തിൽ എനിക്കല്ലേ എന്ന് പറയാൻ ഭാവി ഇതൊക്കെ തന്നെയാണ് ഭക്ഷണം. ഭാവിയിൽ നിങ്ങളുടെ ഫുഡ് തന്നെയായിരിക്കും. അതായത് കുറെ കാലം കഴിയുമ്പോൾ ഇതുപോലെ കടയിൽ സാധനം കിട്ടത്തില്ല. അപ്പോഴത്തേക്കും ഇതുപോലുള്ള സ്പൈറുലിനയുടെ പിന്നെ ഈ ക്ലോറല്ലയുടെ എത്രോഫിലസ് മെത്രോട്രോപ്പസിന്റെ എല്ലാം തന്നെ പൗഡർ ഫോമിൽ കിട്ടും. ഇനി അത് പറയട്ടെ, ഇപ്പൊ തന്നെ വിദേശങ്ങളിൽ ഈ സ്പൈറുലിന് കിട്ടുന്നുണ്ട്. ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ കൊണ്ടുവരാറുണ്ട് സ്പൈറുലിനെ. ചെറിയ ചെറിയ സാച്ചറ്റ്, ചെറിയ പാക്കറ്റ് അത് കൊണ്ടുവരും. അത് പാലിനകത്ത് വരെ കൊച്ചിനും കൊടുക്കാനുണ്ട്. അപ്പൊ അവിടെ എന്തോ വലിയ ബൂസ്റ്റ് പോലെയുള്ള പ്രോട്ടീൻ ഫുഡാണെന്നാണ് വലിയ ജാടയ്ക്കൊക്കെ പറയാനുണ്ട്. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ് പറയുന്നത്. വായിച്ചൊക്കെ സ്പൈറുലിന സാച്ചറ്റ് ആ ഫോട്ടോ കാണിക്കുന്നുണ്ട്. കണ്ടു എന്താണ് സ്പൈറുലിന വാങ്ങാൻ കിട്ടും. കാലം കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഈ യൂണിസെല്ലുലാർ ആളുകളെല്ലാം വളർത്തി അല്ലെ ജലാംശങ്ങൾക്ക് ഡ്രൈ ആക്കി പൗഡറാക്കി നമുക്ക് പാക്കറ്റിൽ കിട്ടും. അതിന്റെ അരിപ്പൊടി പോലെ ക്ലോറല്ല പൊടി, സ്പൈറുലിന പൊടി, എത്രോഫിലസ് പൊടി നിങ്ങളൊന്നും കൂട്ടുപൊഴിച്ച് തിന്നും. നിങ്ങൾ അരിപ്പൊടി വാങ്ങിച്ച് കൂട്ടുപൊഴിച്ച് തിന്നല്ലേ? സെയിം ഇതായിരിക്കും. ഒരു 10-50 വർഷം കഴിയുമ്പോൾ ഇതായിരിക്കും നമ്മുടെ ഭക്ഷണം. ഇതിലേക്കുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇനി ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇത് മനസ്സിലായോ? വീണ്ടും സംശയമില്ലല്ലോ. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. അപ്പൊ നിങ്ങളുടെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടില് ഒരു ഫിഷ് ടാങ്കിനകത്ത് പ്യുവർ വാട്ടർ ആണെന്ന് വെച്ചോളൂ, ശുദ്ധജലം, ഡിസ്റ്റില്ല വാട്ടർ. അതിനകത്ത് 2 മീനുകൾ അതിന് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ 2 മീനിനുള്ള ഭക്ഷണം മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളെങ്കിൽ ഈ 2 മീനും ഭക്ഷണം കഴിക്കും അല്ലേ. അപ്പോൾ ആ വെള്ളം എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ശുദ്ധം തന്നെയായിരിക്കും അല്ലേ. കാര്യം എന്താ? ഭക്ഷണം അധികം വരുന്നില്ലല്ലോ. പിന്നെ ഈ മത്സ്യത്തിന്റെ വേസ്റ്റ് അവിടെ വരുന്നുണ്ട്, അത് നിങ്ങൾ വിട്ടുകളയരുത്. കുറെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു 3 മത്സ്യത്തിന്റെ ഫുഡ് അത് ഇടുന്നെങ്കിൽ 1 മത്സ്യത്തിന്റെ ഫുഡ് എക്സ്ട്രാ അത് വരും അല്ലേ. അപ്പൊ അത് വെള്ളത്തിൽ ലയിച്ച് വെള്ളം എന്തായി മാറും? ശുദ്ധജലമാവോ മലിനജലമാവോ? വെള്ളം മലിനജലമായി മാറും. ആ മലിനജലത്തിലാണ് ആര് വളരുന്നത്? ആൽഗകൾ വളരുന്നത്. കാരണം അതിന് ജീവിക്കാനുള്ള ഘടകങ്ങൾ വേണ്ടേ. ആൽഗയ്ക്ക് ജീവിക്കണമെങ്കിൽ അന്തരീക്ഷത്തില് ഫോട്ടോസിന്തസും ലൈറ്റും, ഫോട്ടോസിന്തസ് നടത്താൻ വേണ്ടി ലൈറ്റും പിന്നെ കാർബൺ ഡൈഓക്സൈഡ് മാത്രം പോരല്ലോ. ചെടിക്ക് ജീവിക്കുന്ന അറിയാം. ചെടിക്ക് ജീവിക്കാൻ ചെടി ഫോട്ടോസ് ചേർത്ത് ജീവിക്കുകയാണല്ലോ ആണ്. അപ്പൊ ചെടിക്ക് സൂര്യപ്രകാശം കിട്ടും, കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കിട്ടും. അപ്പോൾ ജലം മണ്ണിൽ നിന്ന് കിട്ടും. അവന്റെ ഫോട്ടോ തൊട്ട് ജീവിച്ചാൽ പോലെ മതി. പിന്നെ ചെടിക്ക് വളമിടുന്നത്, വളമിടേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. കാരണം കാർബോഹൈഡ്രേറ്റ് മാത്രം പോരല്ലോ ചെടിക്ക് ജീവിക്കാൻ. ചെടിക്ക് എനർജിയുടെ സോഴ്സാണ് കാർബോഹൈഡ്രേറ്റ്. അതെങ്ങനെ ഉണ്ടായിക്കോളും? ഫോട്ടോസിന്തസിൽ ഉണ്ടാക്കും. പക്ഷെ അവയ്ക്ക് പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാക്കണം. അവയ്ക്ക് ധാരാളം ഹോർമോണുകൾ വേണം, എൻസൈമുകൾ ഉണ്ടാക്കണം. ഇതിനെല്ലാം എന്ത് വേണം? പ്രോട്ടീനും ഫാറ്റും മിനറൽസും എല്ലാം വേണം അല്ലേ. അപ്പൊ ഇത് മണ്ണിൽ നിന്ന് മിനറൽസ് വലിച്ചെടുത്ത് എന്തുണ്ടായിക്കോളും? പ്രോട്ടീനും ഫാറ്റും ഉണ്ടാക്കിക്കോളും. ചെടിക്ക് അതിനുള്ള കഴിവുള്ളൂ അല്ലേ. അപ്പോൾ ആ പ്രോട്ടീനും ഫാറ്റും നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ അതിനെ വിഘടിപ്പിച്ച് എന്താക്കി മാറ്റും? നിങ്ങൾ അമിനോ ആസിഡ് കഴിച്ച്, പ്രോട്ടീൻ കഴിച്ചാൽ അമിനോ ആസിഡ് ആക്കി മാറ്റിയിട്ട് അതിനെ നിങ്ങളുടെ പ്രോട്ടീൻ ആക്കി മാറ്റും. ചെടിയിലെ ഫാറ്റ്, വെളിച്ചെണ്ണ, അത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ് ഗ്ലിസറോളുമാക്കി വിഘടിപ്പിച്ചതിന് ശേഷം അത് വീണ്ടും യോജിപ്പിച്ച് നിങ്ങളുടെ ശരീരത്തിലുള്ള ഫാറ്റാക്കി മാറ്റും. കോഴിയിറച്ചി നിങ്ങൾ തിന്നു കഴിഞ്ഞാൽ ആ കോഴിയുടെ ഇറച്ചിയുടെ മാംസമാണോ നിങ്ങൾ ശരീരത്തിൽ തൊട്ടിയിരിക്കും? അല്ല. കോഴിയിറച്ചി നിങ്ങൾ തിന്ന് അതിനെ വിഘടിപ്പിച്ച് അതിനകത്തുള്ള അമിനോ ആസിഡ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യമുള്ള പ്രോട്ടീൻ ഉണ്ടാക്കും. അതിനകത്തുള്ള ഫാറ്റിനെ വിഘടിപ്പിച്ച് ഫാറ്റി ആസിഡ് ഗ്ലിസറോളുമാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫാറ്റ് ഉണ്ടാക്കിയെടുക്കും. വൈറ്റമിൻസിനെ അതുപോലെ ഉപയോഗിക്കും, മിനറൽസും അതുപോലെ ഉപയോഗിക്കും. അപ്പൊ പഴയ വീട് ഇടിച്ച് പൊളിച്ച് അതിന്റെ ചുവട്ടേക്ക് അതൊക്കെ എടുത്ത് പുതിയൊരു വീട് ഉണ്ടാക്കുന്ന പോലെയാണ് നമ്മുടെ ശരീരം നടക്കുന്നത്. മനസ്സിലായാലും അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം മലിനമാകുന്നവർ ആര് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും? ആളുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവയ്ക്ക് ജീവിക്കാവുന്ന ഘടകം അതിനകത്തുണ്ടല്ലോ. അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഈ സ്പൈറുലിനെയും ക്ലോറലിനെയും ഒക്കെ വളർത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വലിയ താങ്കൾ ഉണ്ടാക്കിയാൽ മതി. മണ്ണിൽ കൃഷി ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് വെള്ളത്തിൽ വളർന്നത്. നിങ്ങൾ മീനെ വളർത്താൻ വേണ്ടി മീനിന്റെ വിത്ത് മണ്ണിൽ കുഴിച്ചിടല്ലോ, വെള്ളത്തിൽ വളർത്തുന്നത്. ഇതുപോലെ ഇതിനെ വളർത്താം. അപ്പോ വലിയ ടാങ്കുകൾ ഉണ്ടാക്കി അത് സ്പൈറുലിൻ കണ്ടിടുക, അല്ലെങ്കിൽ 2 ക്ലോറലേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഓരോ 20 മിനിറ്റിലും ഒരു ബാക്ടീരിയ ഉണ്ടാകും അല്ലേ. ഓരോ 1 മണിക്കൂറിൽ ഒരു ഈസ്റ്റർ ഉണ്ടാകും. ഓരോ 24 മണിക്കൂറിലും ഒരു മനുഷ്യന്റെ സെല്ലിൽ ഉണ്ടായി പറയും. മൾട്ടിപ്ലൈ ഞാൻ പറഞ്ഞത്. അപ്പോ അടുത്ത 1 മണിക്കൂറിൽ എത്ര ആവും? 6 എണ്ണമാവും. അപ്പൊ അതിനാവശ്യമുള്ള ഫുഡ് എവിടെ കിട്ടും? ഈ വെള്ളത്തിൽ. അടുത്ത 1 മണിക്കൂർ 12 എണ്ണമാവും. അതിന് ഇരട്ടിക്കരുത്. അടുത്ത മണിക്കൂർ അത് 24 ആകും. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ആവശ്യത്തിന് എന്ത് കൊടുക്കൊണ്ടിരിക്കണം? ഫുഡ് കൊടുത്തോണ്ടിരിക്കണം അല്ലേ. ഇതിന് ജീവിക്കാൻ വേണ്ടി ഫുഡ് നിങ്ങൾ എങ്ങും പോകേണ്ട കാര്യമില്ല. ഇത് ചെയ്താൽ മതി. നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് ഇല്ലേ, ഇതെല്ലാം ഭംഗിയായിട്ട് അടിച്ചു കലക്കി അരിച്ച് അതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി.
എന്നിട്ട് അടിച്ച് കലക്കണം, അല്ല അതിനകത്ത് ചപ്പ് വെച്ചെടുക്കാനല്ല അല്ലേ, വെള്ളത്തിലേത് അത് ഭംഗിയായിട്ട് വീണ്ടും ഡൈജസ്റ്റ് ചെയ്തെടുക്കണം, അപ്പൊ അതിന് കിട്ടും. അപ്പൊ ഇതിന് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് എല്ലാം ഇതിന് ഉപയോഗിച്ച് കൊടുക്കും. അപ്പൊ എന്തൊക്കെ ഉപയോഗിക്കാൻ പുസ്തകത്തിൽ നോക്കൂ. യു ക്യാൻ യൂസ് വേസ്റ്റ് വാട്ടർ. നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ, നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം വേസ്റ്റ് വാട്ടർ ഉണ്ടാകുന്നുണ്ട്. പാത്രം കഴുകുന്നിടത്ത് പുറത്തേക്ക് വന്ന് വെള്ളം ഓർത്ത് നോക്കും എന്തൊക്കെ അതിനകത്തുണ്ട്. ഭക്ഷണത്തിന്റെ വേസ്റ്റ്, മീനിന്റെ വേസ്റ്റ് എല്ലാം കൂടെ ആയിട്ടല്ലേ പാത്രം കഴുകിയ വെള്ളം പുറത്തേക്ക് കളയാൻ. എന്ത് നല്ല ന്യൂട്രിയൻ റിച്ചാന്നറിയാമോ. നിങ്ങൾ സാധാരണ തെങ്ങ് ഒഴിച്ചിട്ട് കഴിവ് ഒഴുക്കി വിടുക, തെങ്ങൊക്കെ വളർന്ന് വലുതല്ല തേങ്ങ തരും അല്ലേ, കാരണം ന്യൂട്രിയൻ റിച്ചാണ്. നിങ്ങളുടെ വീട്ടിലെ തുണി കഴുകുന്ന വെള്ളം, അതിനകത്തും സോപ്പൊക്കെ ഇടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത അഴുക്കുള്ള വെള്ളമാണ്, നല്ല വെള്ളമാണ്. അതുപോലെ നിങ്ങൾ കുളിക്കുന്ന വെള്ളം ഇല്ലേ, ഇതൊക്കെ ഉപയോഗിക്കാം. സോപ്പ് ഉപയോഗിക്കരുത്, സോപ്പുള്ള വെള്ളമാവരുത്, കെമിക്കൽ. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ വേസ്റ്റ് വാട്ടർ എല്ലാം ഉപയോഗിക്കാം. പിന്നെ പൊട്ടറ്റോ പ്രോസസിംഗ് പ്ലാന്റിൽ ഉണ്ടാകുന്ന വെള്ളം. അതെന്ത് പൊട്ടറ്റോ പ്രോസസിംഗ് പ്ലാന്റ് എന്ന് പറയാമോ. ഈ പൊട്ടറ്റോ കൊണ്ടുവന്ന് പ്രോസസ് ചെയ്തെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞാണ് ലേസ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ തിന്നുന്നത്. ഈ പൊട്ടറ്റോ കഴുകുന്ന വെള്ളത്തിൽ എന്ത് കാണും? സ്റ്റാർച്ച് കാണും. നിങ്ങളുടെ വീട്ടിൽ തന്നെ അരി കഴുകുന്ന വെള്ളത്തിൽ എന്ത് കാണും? സ്റ്റാർച്ച് കാണത്തില്ല. നിങ്ങളുടെ വീട്ടിൽ ചോറ് വെച്ചിട്ട് കഞ്ഞിവെള്ളം ഊറ്റിയുള്ള വരുന്ന അത് സ്റ്റാർച്ച് അല്ലേ. ഈ വെള്ളമൊക്കെ നിങ്ങൾ കളയല്ലേ ചെയ്യുന്നത്. ഇതൊക്കെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കൂ. വെള്ളം നല്ല ന്യൂട്രിയൻ റിച്ച്, അപ്പൊ ഇവര് ആശാന്മാർ പെട്ടെന്ന് മൾട്ടിപ്ലൈ, നല്ല വളമല്ലേ. സോ യു ക്യാൻ യൂസ് പൊട്ടറ്റോ പ്രോസസിംഗ് പ്ലാന്റിലെ വാട്ടർ. പൊട്ടറ്റോ ഒക്കെ കഴുകിയതിനു ശേഷം വരുന്ന വെള്ളം നല്ല സ്റ്റാർച്ച് റിച്ച് ആണ്. യു ക്യാൻ യൂസ് സ്ട്രോ. സ്ട്രോ എന്ന് വെച്ചാൽ ഈ വൈക്കോലെല്ലാം വാരിയിട്ട് അഴുകി. മൊളാസസ്, പഞ്ചസാര വെള്ളം. നമ്മുടെ വീട്ടിൽ പഞ്ചസാര ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വെള്ളം. ഇപ്പൊ ഒരു പഞ്ചസാര ഫാക്ടറി യന്ത്രങ്ങളെല്ലാം തന്നെ പഞ്ചസാര ഉണ്ടാകുമ്പോൾ യന്ത്രങ്ങളെല്ലാം കഴിയുമ്പോൾ ഒരുപാട് പുറത്തേക്ക് വന്ന് വെള്ളത്തിൽ പഞ്ചസാര കാണത്തില്ലേ, അതൊന്നും കളയണ്ട. എല്ലാം വലിയ ടാങ്കിനെ നിറച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി, കിടന്ന് മൾട്ടിപ്ലൈ ചെയ്തോളൂ. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പ്രത്യേകത ഉണ്ട്, ഇപ്പൊ പിന്നെ പറയാം. ദെൻ അനിമൽ മാനുവേഴ്സ്. ഇത് അനിമൽ മാനുവർ മൃഗത്തിന്റെ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകം അല്ലേ, ഗോമൂത്രം, അതുപോലെ തന്നെ പിന്നെ കാഷ്ടങ്ങള്, കോഴിയുടെ, ഇതെല്ലാം ഇതിന് ഉപയോഗിക്കാം. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഇതൊക്കെ എങ്ങനെ ഭക്ഷണത്തിൽ. നിങ്ങൾ തെങ്ങിന്റെ വീട്ടിൽ ഒരു പട്ടി അടിച്ചു വന്ന് കുഴിച്ചിട്ടെന്ന് വെച്ചോ, ഈ ചത്ത പട്ടിയെ തെങ്ങിന്റെ വീട്ടിൽ കുഴിച്ചിട്ടെന്ന് വെച്ചോ, അതിനകത്ത് ഉണ്ടാകുന്ന കരിക്കിനകത്ത് പട്ടിയുടെ അംശം കാണും ഇല്ല. നിങ്ങൾ കരിക്കുടി കുഴിക്കത്തില്ല. അയ്യോ പട്ടിയെ കുഴിച്ചിട്ട് തെങ്ങ് എനിക്ക് അതിന്റെ കരിക്ക് വേണ്ട എന്ന് പറയൂ, ഒന്നുമില്ല. ചെടി അതിന് ആവശ്യമുള്ള വരച്ചെടുക്കും. നിങ്ങൾ എന്തിനകത്തിന്റെ വളർന്നേലും ഈ ചെടി അതിന് ആവശ്യമുള്ളത് വരച്ചെടുക്കും. സെപ്പറേറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞത്. ദെൻ ഈ ക്യാൻ യൂസ് ഈവൻ സീവേജ്. സീവേജ് എന്ന് പറഞ്ഞാല് ഓടയെ കൊണ്ടുവരുന്ന മലിനജലം എല്ലാം ഉപയോഗിക്കാം. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നേട്ടം എന്താ? അന്തരീക്ഷ മലിനീകരണം കുറയും. ഇപ്പൊ എല്ലാ വീട്ടുകാരും അവിടെ വേസ്റ്റ് എല്ലാം പുറത്തേക്ക് ഒഴിക്കാൻ കളയല്ലേ. ഇപ്പൊ ഇവിടെയൊക്കെ വലിയ പ്രശ്നങ്ങൾ, നാട്ടിൻപുറത്ത് വലിയ പ്രശ്നമില്ല. സിറ്റിയിലൊക്കെ ചെന്ന് നോക്കും, ഓരോ വീട്ടിൽ നിന്നും ഓരോ കൊള്ളികൾ ഓടയിലേക്ക് ഇറങ്ങി വരുവാണ്. ആ ഓടയിലേക്ക് വരുന്ന വെള്ളത്തിനകത്താണ് അവർ വീട്ടിൽ കുളിക്കുന്ന വെള്ളം, വസ്ത്രം കഴുകുന്ന വെള്ളം, അടുക്കളയിലെ വേസ്റ്റ് വാട്ടർ, കൊച്ചു പിള്ളേർ അപ്പിയിട്ടെങ്കിൽ അതും കൂടെ കലക്കി ഒഴിച്ച് എല്ലാം കൂടെ വന്ന വെള്ളമാണ് ഓട വഴി പോകുന്നത്. ദുർഗന്ധം കണ്ടിട്ടില്ലേ? ഈ വെള്ളം ഒഴുകി ചെന്ന് കെട്ടിക്കിടന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് ആമഴിഞ്ഞ് അതോടൊക്കെ നശിക്കുന്ന പോലെ. അതേസമയം ഇങ്ങനെ ഒരു മെത്തേഡ് നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് വെച്ചോളൂ. നിങ്ങളുടെ വീട്ടിൽ വലിയൊരു ടാങ്ക് ഉണ്ട്, അവിടെ നിങ്ങൾ സ്പൈറലിനെ വളർത്തുന്നുണ്ട്, അതാണ് നിങ്ങളുടെ ഭക്ഷണം. അതിനാവശ്യമുള്ള വളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തെന്തായിരിക്കും? നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റ് വെള്ളവും കെട്ടിയെടുത്ത് അരിച്ച് വൃത്തിയാക്കി അതിനകത്ത് ഒഴിച്ചു ശരിയല്ലേ? അപ്പൊ അന്തരീക്ഷ മലിനീകരണം കുറയും. ആ വെള്ളത്തെ ഈ ജന്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ ഇറ്റ് വിൽ പ്രിവെന്റ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ അല്ലേ? അല്ലാര്യമല്ലേ ഇതാണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞപ്പോ ഇത്ര നേരവും? യു ക്യാൻ യൂസ് സിംഗിൾ സെൽ ഓർഗാനിസം ആസ് ഫുഡ് ഓഫ് സോഴ്സ് ഓഫ് ഫുഡ്. Usually 3 organisms used as Chlorella, Spirulina and Methylophilus methylotrophus. They are giving good source of food such as carbohydrate, protein, minerals, vitamins. ഫാറ്റിനെ കുറിച്ച് പറയുന്നില്ല, കാരണം ഇതിനകത്ത് വലുതായിട്ട് ഫാറ്റ് വരത്തില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും ഫാറ്റ് ഇല്ലെന്നും പറയരുത്. ഫാറ്റ് ചെറിയ അളവിലെ കൊണ്ട്, കാരണം ഉള്ളതുകൊണ്ടാണല്ലോ മറ്റു ആനയൊക്കെ തിന്നു കഴിഞ്ഞാലും അതിന് ജീവിക്കുന്നത് അല്ലെ. വെറും പുല്ലിരുന്ന് ആന പോലും ജീവിക്കുന്നത് അതിനാവശ്യമുള്ള ഫാറ്റ് അത് കിട്ടുന്നുണ്ടാണല്ലോ. ഓക്കെ. Then we can use our waste water, potato processing plant water, then straw, molasses and animal manures and even sewage for cultivating this type of unicellular organism. ഏവ സീവേജാണ് വളർത്താൻ വേണ്ടി നമുക്ക് ഇനി ഉപയോഗിക്കാം. Then it will reduce environmental pollution. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കും എന്ന് മനസ്സിലായി അല്ലേ? അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ? ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറയാം. ഞാൻ വായിക്കാണ്, എല്ലാം കുറിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഈ മെത്രോഫിലസ് മെത്രോട്രോഫസ് പ്രത്യേകം പഠിച്ചോ. നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് 250 കിലോ ഭാരമുള്ള ഒരു പൗ നിങ്ങൾക്ക് 200 ഗ്രാം പ്രോട്ടീൻ തരും ഒരു ദിവസം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു പശു ഉണ്ടെങ്കിൽ 250 കിലോ ഭാരമാണ്. അടുത്ത ദിവസം അതിന്റെ പാല് കറന്നെടുത്താൽ നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് 200 ഗ്രാം പ്രോട്ടീനാണ് അല്ലേ? അത്രയും കിട്ടും. അതേസമയം 250 ഗ്രാം ഭാരമുള്ള അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള മെത്തിലോഫിലസ്
മെത്തിലോട്രോഫസ് എന്ന് പറഞ്ഞ ഈ ഏകകോശ ജീവജാലം നിങ്ങൾക്ക് 25 ടൺ പ്രോട്ടീൻ തരും. 25 ടൺ പ്രോട്ടീൻ തരും. ഇത് കണക്കിൽ എന്തോ ഒരു കുഴപ്പമുള്ളത് തോന്നില്ലേ? 250 കിലോ ഭാരമുള്ള ഒരു പശു 200 ഗ്രാം പ്രോട്ടീൻ തരും. സമ്മതിച്ചു. 250 ഗ്രാം ഭാരം ഉള്ള മെത്തിലോഫിലസ് മെത്തിലോട്രോഫസ് നിങ്ങൾക്ക് 25 ടൺ പ്രോട്ടീൻ തരും. അയ്യോ, അതെങ്ങനെ സംഭവിക്കും? വല്ല പിടിയിട്ടോ? ഞാൻ പറഞ്ഞുതരാം. ഒരു പശു നിങ്ങളുടെ വീട്ടിൽ 250 കിലോ ഭാരമുള്ള ഒരു പശു, ഭയങ്കര പശു, നിങ്ങൾ കൊണ്ടുവന്ന് അതിന്റെ മുമ്പിലേക്ക് തീറ്റ കൊടുക്കുക, തിന്നും. 1 കിലോ ഒരു ലോറ് നിറച്ചാൽ തീറ്റ കൊണ്ടുകൊടുക്കുക, തിന്നു പശുവെ തിന്നു, പശു തിന്നു. അടുത്ത ദിവസം നിങ്ങൾ ചെന്ന് പാല് 35 ലിറ്റർ പാല് തരാൻ കഴിവുള്ള ഒരു പശു വന്നതിന് വെച്ചോളൂ. ഏറ്റവും കൂടുതൽ 35 ഏറ്റവും കൂടിയ പശുവിന്റെ പാലിന് ശേഷി ഇപ്പൊ നിലവിൽ. നിങ്ങൾ ഇനി അതിന് 1 ലോഡ് തീറ്റ കൊടുത്താലും അത് തിന്നുന്നത് എത്രയായിരിക്കും? അതിന്റെ പറയാൻ നിർത്തും. അടുത്ത ദിവസം നിങ്ങൾക്ക് 500 ലിറ്റർ പാല് കിട്ടും? ഇല്ല, അത് മാക്സിമം എത്ര ലിറ്റർ പാല് തരും? 35 ലിറ്റർ പാലേ തരത്തുള്ളൂ. അതിനകത്ത് എത്ര ഗ്രാം പ്രോട്ടീനേ ഉള്ളൂ? 200 ഗ്രാം പ്രോട്ടീനേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഒരു ദിവസം ഇത്ര തരാമത്തുള്ളൂ. കഥ തീർന്നില്ലേ? ഓക്കെ, അതൊന്ന് മനസ്സിലായത്. അതായത് പശുക്കൾക്കോ അല്ലെങ്കിൽ കന്നുകാലികൾക്കോ നിങ്ങൾ എത്ര തീറ്റ കൊടുത്താലും അത് തിന്നുന്ന ഒരു പരിധിയുണ്ട്, അത് ഉത്പാദിക്കുന്ന പാലിനൊരു പരിധിയുണ്ട്, അതിന് തരാൻ കഴിയുന്ന പ്രോട്ടീൻ ഒരു പരിധിയുണ്ട്. മനസ്സിലായില്ല? എന്നാൽ അടുത്ത കഥ 250 ഗ്രാം പ്രോട്ടീൻ അല്ല മെത്തിലോഫിലസ് മെത്തിലോട്രോഫസ് ഒരു കൈ ഇത്രയും, ഒരു 250 ഗ്രാം മെത്തിലോഫിലസ് ഇത്രയും കൊടുക്കുക, തൂക്കി എടുത്ത് ഒരു ടാങ്കിലേക്ക്, വലിയൊരു ടാങ്കാണേ, വലിയൊരു ടാങ്ക്, ഈ മുറിയുടെ അത്രയും വലിപ്പമുള്ള വലിയൊരു ടാങ്കിലേക്ക് നിറച്ച് അതിനകത്ത് വെള്ളം കെട്ടിയിട്ട്. ഓക്കെ, 250 ഗ്രാം മെത്തിലോഫിലസ് എടുത്ത് അതിനകത്ത് ഇട്ടു. ടാങ്ക് മുറി അത്ര നിറച്ചാണ്, വെള്ളം ഫുൾ ടാങ്ക് വെള്ളമാണ്. എന്നിട്ട് ഞാൻ ഈ മൊളാസസ്, പൊട്ടറ്റോ, സ്ട്രോ അഴുകിയത്, വീട്ടിലുള്ള വേസ്റ്റ് വാട്ടർ എല്ലാം കൂടെ കൊണ്ടൊരു പൈപ്പിൽ കൂടെ ഒഴിച്ച് ഫുൾ ടാങ്ക് ആക്കി നിർത്തുക. എന്ന് വെച്ചാൽ വെള്ളം ന്യൂട്രിയൻ റിച്ചാ. നിങ്ങൾ നേരത്തെ പശു കൊടുക്കാൻ കൊണ്ടുവന്ന് ഒരു ലോഡ് തീറ്റ ഉണ്ടല്ലോ, ആ 1 ലോഡ് തീറ്റയും കൂടെ കൊണ്ടുവന്ന് ഇതിനകത്ത് തട്ടിയിട്ട് അഴുകി വെള്ളമാക്കി ഇതിനകത്ത് തട്ടിയിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇതിനകത്ത് തീറ്റ ഇട്ട് കൊടുക്കും. 2 ദിവസം വിട്ടാലും അഴുകി ഇങ്ങനെ കിടക്കണം. അതിനകത്ത് 250 ഗ്രാം മെത്തിലോട്രോഫസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം, ഈ ഏകോശ ജീവജാലങ്ങൾ 1 മണിക്കൂർ കൊണ്ട് 2 ഡിവൈഡ് ചെയ്യും. ഓക്കെ, 1 മണിക്കൂർ കൊണ്ട് 2 ഡിവൈഡ് ചെയ്യും. ഞാൻ രാത്രി 12 മണിക്കാണ് ഇട്ടത്. എത്ര ഇട്ടു? 250 ഗ്രാം. വളരാൻ പറ്റിയ കണ്ടീഷൻ ഇതിനകത്തുണ്ടല്ലോ. 1 മണിക്കൂർ രാത്രി 1 മണിയാകുമ്പോൾ എത്ര ഗ്രാം ആകും? എത്തിച്ചില്ലേ? ഒരു സെല്ല് രണ്ടാമത്തില്ലേ? 250 ഗ്രാം സെല്ലുകൾ എത്തിച്ച് 500 ഗ്രാം ആവും. 2 മണിയാകുമ്പോൾ എത്ര? 1 മണിക്കൂർ ഇരട്ടി. ബാക്ടീരിയ ആണെങ്കിൽ 20 മിനിറ്റ് മതി. മെത്തിലോഫിലസ് മെത്തിലോട്രോഫസ് ഒരു ബാക്ടീരിയ സമാനമാണ്. സ്പൈറുലിനൊക്കെ ഒരുതരം ബ്ലൂബിനൊക്കെ ബാക്ടീരിയ 20 മിനിറ്റ് പുറത്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ എടുത്ത് അതൊക്കെ 2 മണിക്കൂർ എത്രയായി? ഇത് 1 കിലോയാണ്. ആയോ? 3 മണിയായപ്പോൾ എത്രയായി? 2 കിലോ. 4 മണിയായപ്പോ 4 കിലോ. 5 മണിയായപ്പോ 8 കിലോ. 6 മണിയായപ്പോ 16 കിലോ. 7 മണിയായപ്പോ 32 കിലോ. 8 മണിയായപ്പോ 62 കിലോ. 64 കിലോ. 9 മണിയായപ്പോ 128 കിലോ. 10 മണിയായപ്പോ 256 കിലോ. പറയും, ഇരട്ട പെരുകമാണ്. വളരെ പറ്റിയ കണ്ടീഷൻ അല്ലേ? അങ്ങനെ പോട്ടെ. 11, 12, വീണ്ടും 1, 2, 3 ഇങ്ങനെ അടിച്ചടിച്ച് വീണ്ടും രാത്രി 12 മണിയാകുമ്പോഴത്തെ എത്ര മതി? ഇരട്ടിക്കുകയാണ്. മനസ്സിലായോ? 25 ടൺ കിട്ടാൻ വല്ല പാടുണ്ടോ? എഴുതി നോക്കൂ, സിമ്പിളാ. ഇനി ഇരട്ട പെരുകമാണ്. വർദ്ധിച്ച് 25 ടൺ ആകാൻ ഒരു പാടില്ല. എന്താ കാര്യം? ഇവയ്ക്ക് വളർച്ചയ്ക്ക് ഒരു നിയന്ത്രണമില്ല. ബയോമാസ് പ്രൊഡക്ടിവിറ്റിയിൽ നിയന്ത്രണമില്ല. ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫേവറബിൾ ഇറ്റ് ക്യാൻ ഷുവർലി ഡിവൈഡ് ഇൻടു 2. ഒരു പശുവിന് 250 കിലോ ഭാരമുള്ള പശുവിന് 1 ലോഡ് തീറ്റ കൊടുത്ത് അടുത്ത ദിവസം 500 കിലോ ആകുമോ? ഇല്ല. അത് 250 കിലോ, 2 കിലോ, 253 കിലോ അത്രയും. പക്ഷെ ഇതിനങ്ങനെ ബയോമാസ് പ്രൊഡക്ഷൻ കൺട്രോൾ ഉണ്ടോ? ഇല്ല. ഇത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. സോ നോ കൺട്രോൾ. ആസ് ലോങ് ആസ് വി പ്രൊവൈഡ് ദ കണ്ടീഷൻ, ഫെസിലിറ്റി, സ്പേസ് ഫോർ ഗ്രോത്ത്, ഇറ്റ് വിൽ മൾട്ടിപ്ലൈ. നിങ്ങൾ എത്രത്തോളം കണ്ടീഷൻ കൊടുക്കുന്നു, ആവശ്യം ഫുഡ് കൊടുക്കുന്നു, ആവശ്യം വെള്ളം കൊടുക്കുന്നു, ആവശ്യത്തിന് ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, it will multiply tremendously without any control. But in the case of a cow, there is a control. നിങ്ങളിപ്പോ നിങ്ങൾ 10 കിലോ ഫുഡ് തന്നിട്ട് തിന്നാൻ പറഞ്ഞാൽ നിങ്ങൾ 2 കിലോ നിങ്ങളുടെ വയറ് പറഞ്ഞാൽ മതി. അടുത്ത ദിവസം നിങ്ങളുടെ ഭാരം എത്ര കൂടും? 2 കിലോ കൂടും. ഇല്ല, 2 കിലോ ഫുഡ് കഴിച്ചാൽ നിങ്ങളുടെ ഭാരം
1 കിലോയുടെ 10%, 200 ഗ്രാമേ കൊടുത്തോളൂ. നിങ്ങൾ 2 കിലോ ഫുഡ് വെച്ചപ്പോൾ തൂക്കം 2 കിലോ ഭാരം കൂടും, അത് ശരിയാണ്, അത് വയറ്റ് കിടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇരിക്കുമത് മറ്റേ രാവിലെ തൂക്കി നോക്കുമ്പോൾ അറിയാം 200 ഗ്രാം കൂടും, ബാക്കിയെല്ലാം ബോഡി ഉപയോഗിച്ച് വേസ്റ്റ് ആയിട്ട് പോകും. ഇയാൾ അങ്ങനെയല്ല, ഇയാൾ മൾട്ടിപ്ലൈ ആണ്. നോ കൺട്രോൾ ഓഫ് ബയോമാസ്. ഇപ്പൊ കഥ മനസ്സിലായല്ലോ? മനസ്സിലായോ? ഇതാണ് എന്റെ കഥ. പശുവിനെ നിങ്ങൾ വളർത്തിയാൽ പശുവിന് തിന്നുന്ന ഭക്ഷണത്തിന് ലിമിറ്റ് ഉണ്ട്, തരുന്ന പ്രോഡക്റ്റിന് ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഇതിന് അൺലിമിറ്റഡ് ഗ്രോത്ത് ആണ്. ആസ് ലോങ് ആസ് യു പ്രൊവൈഡ് ദ പ്രൊവൈഡിംഗ് കണ്ടീഷൻ ഇറ്റ് വിൽ മൾട്ടിപ്ലൈ ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് മൾട്ടിപ്ലൈ. അതാണ് ഈ കഥ. അതാണ് ഒറ്റയടി നോക്കിയാൽ ഇത് പൊട്ട കഥ എന്ന് തോന്നുന്നു. ഇപ്പൊ നിങ്ങൾ മനസ്സിലായാലോ? ഇതാണ് ഇരട്ട പെരുക്കത്തിന്റെ കഥ. കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഒരാളൊരു പോസ്റ്റ് ഇട്ടാൻ കണ്ടത് 20 രൂപ വെച്ച് 20 പൈസ വെച്ച് ചിട്ടിക്ക് ഒരാൾ 20 പൈസ കൊടുത്താൽ മതി തുടങ്ങാൻ. 1 മാസം കൊണ്ട് അയാൾക്ക് 50,000 രൂപ കൊടുക്കും. 1 മാസം കൊണ്ട് 50,000 കൊടുക്കും. പക്ഷെ 20 പൈസ അത് ചിട്ടിക്ക്. പക്ഷെ അത് പറയുന്നത് 1-ാം ദിവസം 20 പൈസയാണെങ്കിൽ 2-ാം ദിവസം 40 പൈസ കൊടുക്കണം, 3-ാം ദിവസം 80 പൈസ വെച്ച് കൊടുക്കണം. അങ്ങനെ അടുത്ത ദിവസം ഇരട്ടി ചിരട്ടി കൊടുക്കണം. 30-ാം ദിവസം അയാൾ 50,000 നിന്ന് തരുമെന്ന് പറയും. ശരി തന്നെ. പക്ഷെ അയാൾക്ക് 1.5 ലക്ഷം രൂപ കിട്ടും. മനസ്സിലായി? എഴുതി നോക്കിയാൽ 1.5 ലക്ഷം കിട്ടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അയാൾ 50 പൈസ തരുന്നത്. മനസ്സിലായി? നമ്മൾ 20 പൈസ ഇരട്ടിക്ക് 40 പൈസ എന്നുള്ള കണക്ക്. പക്ഷെ അങ്ങനെയല്ല സംഭവം. ഇത് ഹ്യൂജ് എമൗണ്ട്. ഇതേ കണക്ക് നമ്മൾ ഈ പോപ്പുലേഷൻ ഒന്ന് പഠിക്കും കേട്ടോ. സോ ദിസ് ഇസ് എ കാൽക്കുലേഷൻ or a mathematics where a point is said that a 250 kilogram cow will provide 200 grams of protein, whereas 250 grams of Methylobacillus will produce 25 tons of protein. And the reason is because there is high biomass productivity in unicellular organism. മനസ്സിലായല്ലോ? അത് തന്നെയായിട്ട് ഓർത്തോളൂ. പിന്നെ ഇനി പുസ്തകത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ അരിയും ഗോതമ്പും നെല്ലും മാത്രം ജീവിക്കുന്നത്? ഇറച്ചി നിങ്ങൾക്ക് എല്ലാം ഭക്ഷണമായിട്ട് ഉപയോഗിക്കാന്നാണ് പറയുന്നത്. യു ക്യാൻ യൂസ് മഷ്റൂം ആസ് ഫുഡ്. വൈ ക്യാൻ യു ഈറ്റ് മൈക്രോബ്സ്? ഇഫ് യു ക്യാൻ ഈറ്റ് മഷ്റൂം, why can't you eat microbes? If you can eat a leaf, why can't you eat a unicellular organism? Leaf is a collection of plant cell, but this spirulina is a single cell organism. അല്ലേ? പക്ഷെ അതിന്റെ ഒരു സെല്ലുകളുടെ ഒരു കളക്ഷൻ ആണ് എന്ത്? ഒരു ചെടിയില്ല. അത് നിങ്ങൾ തിന്നാൻ കുമ്പിള് നിന്ന് തിന്നാമെങ്കിൽ എന്തുകൊണ്ട് ഈസ്റ്റിനെ തിന്നൂടാ? ഈസ്റ്റ് ഒരു ഏകകോശ സസ്യമാണ്, അല്ല ഈസ്റ്റ് ഒരു ഏകകോശ ഫംഗസ് ആണ്. കുമ്പളം എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ഫംഗസ് ആണ്. വൈകാണ്ട് യൂണിസെല്ലുലാർ ഓർഗാനിസം ഇല്ലേ? അതാ പറയുന്നത്. ഓക്കെ, പോയിന്റ് അല്ലേ? സോ ലെറ്റ്സ് സ്റ്റഡി അനദർ ടോപ്പിക്, ദാറ്റ്സ് ദ ടിഷ്യൂ കൾച്ചർ. ഇനി നമുക്ക് മറ്റൊരു പഠിക്കുന്നത് ടിഷ്യൂ കൾച്ചർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ഡൗട്ട് നിങ്ങൾക്ക് ബാക്കിയുണ്ടാവും. ഈ വേസ്റ്റ് വെള്ളത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഈ മൈക്രോബിളെ വേർതിരിച്ചെടുക്കുന്നത്? അല്ലെ, വളരെ സിമ്പിൾ ആണ്. അതായത് ഒരു ടാങ്കിനകത്ത് നമ്മൾ ഇതിനെ വളർത്തുമ്പോൾ ഈ ടാങ്കിലേക്ക് നമ്മൾ വേസ്റ്റ് വാരിയിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ടാങ്കിനകത്ത് ഈ വേസ്റ്റ് എല്ലാം കൂടെ വാരിയിട്ട് അഴുക്കും. ഭംഗിയായിട്ട് അഴുകിയതിനു ശേഷം ആ അഴുകി ചേർന്ന ക്രൂഡ് വെള്ളം, ഇപ്പൊ പൊട്ടറ്റോ പ്രോസസിംഗ് പ്ലാന്റിൽ നിന്നാണെങ്കിൽ വെള്ളത്തിനാണ് സ്റ്റാർച്ചിനാണ് അരിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. മറ്റ് വേസ്റ്റ് ഭംഗിയായിട്ട് അരിച്ചാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ അഴുകിയ ന്യൂട്രിയന്റ് റിച്ച് വെള്ളത്തിനകത്താണ് പറഞ്ഞത്. പിന്നെ അതിൽ നിന്ന് മൈക്രോ ഫിൽട്രേഷൻ വഴി ഈ അവകാശ ജീവജാലം മാത്രം വലിച്ചെടുക്കുക. ടെക്നോളജി ഒക്കെ ഉണ്ട്. സോ ദിസ് ഈസ് അറ്റ് പ്രസന്റ് ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ മെനി കൺട്രീസ്. ഈ മെത്തേഡ് എല്ലാ രാജ്യങ്ങളും ഉള്ളതാണ്. നമ്മൾ മാത്രം ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗൾഫിലൊക്കെ ഈ സ്പൈറുലിന ഫുഡായിട്ട് അവൈലബിൾ ആയിട്ട് വാങ്ങാൻ തന്നെ കിട്ടും, ടിന്നിലടച്ച് കിട്ടും. മനസ്സിലായോ? അതാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റഡി എ ന്യൂ ഏരിയ സ്റ്റാർട്ട് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ അല്ല, നിങ്ങൾക്ക് അതിനെ പറ്റി ഒരു ചെറിയ ഐഡിയസ് ഉണ്ട്, എന്നാൽ നമുക്ക് അതിന്റെ കാര്യമായിട്ട് പഠിക്കാം. അതായത് 1950 കാലഘട്ടങ്ങളിൽ ശാസ്ത്രലോകത്തിന്റെ കാര്യം മനസ്സിലായി. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഒരു പ്ലാന്റിന്റെ ചെമ്പരത്തിയുടെ തൈ ഉണ്ടാക്കാൻ വേണ്ടി തണ്ട് മുറിച്ച് കെട്ടാൽ മതി. ഇഞ്ചിയുടെ ആണെങ്കിൽ അതിന്റെ അണ്ടർഗ്രൗണ്ട് മുറിച്ച് കെട്ടാൽ മതി. മാവിനാണെങ്കിൽ അതിന്റെ സീഡ് കെട്ടാൽ മതി. അല്ലെ, ഇങ്ങനെയുള്ള ചെടികൾക്ക് എല്ലാം നമുക്ക് അതിന്റെ തൈകൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഇതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ചെമ്പരത്തിക്ക് 1 മീറ്റർ നീളമുള്ള ഒരു ചെമ്പരത്തി തണ്ടിൽ നിങ്ങൾക്ക് പരമാവധി ഉണ്ടാകാൻ 5 സെന്റിമീറ്റർ മുറിച്ചിട്ടാൽ 20 തൈകളുണ്ടാവും. അല്ലേ? അപ്പം കാർഷിക മേഖലയിൽ ഇതിന്റെ പ്രൊപ്പഗേഷൻ വളരെ ടൈം പിടിക്കും. ഒരു എക്സാമ്പിൾ തന്നെ പറയാം. ഒരു വാഴ, ഒരു നല്ലൊരു വാഴ ഒരു സംസ്ഥാനം, നിങ്ങളിപ്പോൾ പഞ്ചാബിൽ പോയി നിങ്ങളെ ഒരു ബന്ധു വീട്ടിൽ പോയിട്ട് അവിടെ നല്ലൊരു വാഴ നിൽക്കുന്നുണ്ട്, നല്ല നല്ല രസമുള്ള ഭംഗിയോടുകൂടിയ വാഴ. ഇവിടെ ഇല്ലാത്ത പല രാജ്യങ്ങളും ഉണ്ട്.
അവിടെ ഇല്ലാത്ത പല ചെടികളും ഇവിടെയുണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള ചെടികളൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ റംബൂട്ടാണെന്ന് പറഞ്ഞ് അടുത്ത കാലത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള അല്ല പുലാസാൻ, റംബൂട്ടാൻ, അതുപോലെ മാംഗോസ്റ്റീൻ അടുത്ത കാലത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് എല്ലാം വിദേശ ഇനങ്ങളാണ്. അപ്പോൾ അതുപോലെ ഒരു വാഴ നിങ്ങൾ പഞ്ചായത്തിലൊക്കെ കണ്ടുപിടിച്ചു, നിങ്ങൾ അതിൻ്റെ ടൈ ഇവിടെ കൊണ്ടുവന്നു നട്ടപ്പോൾ അതിനകത്തുണ്ടായ പഴം നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും തിന്നതിന് ശേഷം അയ്യോ എനിക്കൊരു തൈ തരാമോ എന്ന് പറയും, സ്വാഭാവികമാണ്. നിങ്ങൾ തരാം, എപ്പോൾ കൊടുക്കാനും നിങ്ങൾക്കൊരു തൈ അതിന്റെ കൊല കെട്ടാറാകുമ്പോൾ ഒരു 5 തൈ ഉണ്ടാവും അല്ലേ, മാക്സിമം 5 തൈ ഉണ്ടാവും. 5 പേർക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ. ഇനി ഇതിന്റെ തൈ ഇനി 5 പേർക്ക് കൊടുക്കുമ്പോൾ ഓരോ തൈയിൽ നിന്ന് 5 തൈ ഉണ്ടാവും, 25 തൈ മൊത്തം കിട്ടും. അത് അടുത്ത വർഷം. അതിന്റെ അടുത്ത വർഷം ഈ കണക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പഞ്ചായത്ത് മുഴുവൻ ഒരു 1000 കുടുംബങ്ങൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം എടുക്കും അല്ലേ, 10 അല്ല 15 വർഷം എടുക്കും. അപ്പൊ കാർഷിക മേഖലയിൽ ഇതൊരു ടൈം കൺസ്യൂമിംഗ് മെത്തേഡാണ്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശാസ്ത്രലോകം വികസിപ്പിച്ചെടുത്ത പദ്ധതിയാണ് ഇതാണ് ടിഷ്യൂ കൾച്ചർ. അതായത് 1960 കാലഘട്ടത്തിൽ ശാസ്ത്രലോകത്തിന് മനസ്സിലായി ഒരു ചെടിയുടെ ഒരു സെല്ലിൽ നിന്നോ ഒരു ടിഷ്യൂവിൽ നിന്നോ നമുക്കൊരു പുതിയ ചെടീനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് മനസ്സിലായി. Scientific world understood that we can create a new plant, a complete plant. അല്ലാതെ ഇലയിൽ നിന്ന് ഇലയും റൂട്ടിൽ നിന്ന് റൂട്ടും അല്ല. ഇലയുടെ ഒരു അഗ്രത്തിൽ നിന്ന് പ്ലാന്റിനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം, റൂട്ടിന്റെ ഒരു അഗ്രത്തിൽ നിന്ന് പ്ലാന്റിനെ തന്നെ ഉണ്ടാക്കാം. From every part of a cell or a tissue of a plant, we can create a new plant, a complete plant, and that method is called tissue culture. Also, what is tissue culture? The method of producing a complete plant from a tissue or a cell of a plant is called tissue culture. ഒരു ചെടിയുടെ ഒരു ടിഷ്യൂവിൽ നിന്നോ ഒരു സെല്ലിൽ നിന്നോ ഒരു പ്ലാന്റ് പാർട്ടിൽ നിന്നോ നമ്മൾ ഒരു കംപ്ലീറ്റ് പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനെ വിളിക്കുകയാണ് ടിഷ്യൂ കൾച്ചർ. ഒരു സെല്ലിൽ നിന്നാണെങ്കിലും ഒരു പാർട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് വിളിക്കുക. അപ്പൊ ഹെബർട്ട് ലാൻഡ് എന്ന സയന്റിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് വിജ്ഞാനം. ഹെബർട്ട് ലാൻഡ് ഹെബർട്ട് ലാൻഡ് എന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ടെക്നിക്ക് വികസിപ്പിച്ചത്. 1960 ശാസ്ത്രലോകത്തിന് ഐഡിയ കിട്ടിയിരുന്നെങ്കിൽ ഇദ്ദേഹമാണ് അതിൽ വിജയിച്ചത്. അപ്പൊ അതിനൊരു കാരണമുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലൊരു സെല്ല് മുറിച്ചെടുത്ത് ഒരു കൾച്ചർ മീഡിയം ഇട്ടാൽ അത് അഴുകി പോകത്തില്ല. പക്ഷെ പ്ലാന്റ് സെൽ എടുത്ത് കൾച്ചർ മീഡിയം ഇട്ടാൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം പ്ലാന്റ് സെല്ലിന് വളരാൻ പറ്റിയ കണ്ടീഷൻ അവിടെ ഉണ്ട്, എന്റെ സെല്ല് വളരാൻ പറ്റിയ കണ്ടീഷൻ അവിടെ ഇല്ല. എന്റെ ഒരു സെല്ല് വളർന്ന ഒരു ശിശുവായി മാറണമെങ്കിൽ അതൊരു സ്ത്രീയുടെ യൂട്രസിനുള്ളിലേ കഴിയും അല്ലേ. ആ ഒരു മെത്തേഡുണ്ട്. അതിന് അനിമലിൽ ഇത് ചെയ്യുന്നുണ്ട്. അനിമൽ ടിഷ്യൂ കൾച്ചറിന് സമാനമായ മെത്തേഡ് എന്ന് പറയുന്നത് ക്ലോണിങ്. അനിമലിൽ ക്ലോണിങ് ആണ് അല്ലെ. അതൊക്കെ വളരെ റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ച മെത്തേഡാണ്. അനിമൽസിൽ ക്ലോണിങ് ആണ്. അത് ഇതുവരെ ടിഷ്യൂ കൾച്ചർ എളുപ്പമുള്ള വിദ്യയല്ല, കുറച്ച് സങ്കീർണമായ വിദ്യകളാണ്. പക്ഷെ ഇത് കുറേ സിമ്പിളാണ്. ഇത് എന്താണ് ഒരു പ്ലാന്റിന്റെ, നമുക്ക് ഒരു പ്ലാന്റിന്റെ ഒരു ഇലയുടെ അഗ്രഭാഗം ഞാൻ മുറിച്ചെടുത്ത് അതിൽ നിന്ന് ടിഷ്യൂ കൾച്ചർ വഴി എനിക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഈ സെല്ലിന് ഒരു പ്രത്യേക കഴിവുണ്ട്. എന്താണ് ആ കഴിവ്? ഒരു പ്രത്യേക സെല്ലിൽ നിന്നും എനിക്ക് കംപ്ലീറ്റ് പ്ലാന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ കംപ്ലീറ്റ് പ്ലാന്റ് ഉണ്ടാകാനുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഈ സെല്ലിൽ ഉണ്ടെന്നല്ലേ അർത്ഥം? ഉണ്ട്. സോ എവരി സെൽ ഓഫ് ആൻ ഓർഗനിസം കണ്ടെയ്ൻ, അത് പ്ലാന്റിലല്ല നമ്മളിലുണ്ട്, എവരി സെൽ ഓഫ് ആൻ ഓർഗനിസം കണ്ടെയ്ൻ ദ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ടു ഡെവലപ്പ് ഇൻടു എ കംപ്ലീറ്റ് ഓർഗനിസം. ഒരു ജീവിയെ വളരെയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓരോ സെല്ലിലും ഇരിപ്പുണ്ട്. അത് ഏത് ജീവിതത്തിലാണെന്ന് അറിയാമല്ലോ, ക്രോമസോം അല്ലെ. എന്താണ് ക്രോമസോം? അല്ലെ DNA-കൾ. നമ്മുടെ ശരീരത്തിൽ എത്ര ക്രോമസോമാണ് ഓരോ സെല്ലിലും? 46 ക്രോമസോം നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ 46 ക്രോമസോമിനകത്ത് നമ്മുടെ എല്ലാ ഇൻഫർമേഷനും അടങ്ങിയിരിപ്പുണ്ട് അല്ലേ. എന്റെ കയ്യിലൊരു സെല്ലകത്തുണ്ട്, എന്റെ കണ്ണിലൊരു സെല്ലുമുണ്ട്, പിന്നീട് താടിയിലൊരു സെല്ലുമുണ്ട്, നഖത്തില് ബ്ലഡ് അല്ലാത്തൊരു സെല്ലിലെ ക്രോമസോം ഉണ്ട്. ഒരു സെൽ കംപ്ലീറ്റ് ജനറ്റിക് പൊട്ടൻഷ്യാലിറ്റി ഡെവലപ്പ് ഇൻടു എ കംപ്ലീറ്റ് ഓർഗനിസം ഇസ് കാൾഡ്, അതിനെ വിളിക്കുന്ന പേര് ഇസ് കാൾഡ് ടോട്ടിക് പൊട്ടൻസി എന്നാണ്. What is the reason for tissue culture? Totipotency. Totipotency ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു സെല്ലിൽ നിന്ന് ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ഉണ്ടാകുന്നത്. അല്ലാതെ ഇലയിൽ നിന്ന് ഇലയല്ല ഉണ്ടാകുന്നത്, റൂട്ടിൽ നിന്ന് റൂട്ടല്ല ഉണ്ടാകുന്നത്. ഇലയിൽ നിന്ന് റൂട്ടിൽ നിന്ന് ഒരു സെൽ എടുത്താൽ നമ്മൾ കംപ്ലീറ്റ് പ്ലാന്റ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇറ്റ്സ് കാൾഡ് totipotency. നോക്കുമ്പോൾ what is totipotency? The capacity to generate a whole plant from a cell or a explant is called totipotency. Explant എന്ന് വെച്ചാൽ അറിയാമോ? Any part selected for tissue culture is called explant. എക്സ് പ്ലാന്റ്, പ്ലാന്റിന് മുൻപുണ്ടായിരുന്നതാണ്. നമ്മൾ സെല്ല് എടുക്കുവാണെങ്കിൽ അത് എക്സ്പ്ലാന്റ് ആണ്. ഒരു ഇലയുടെ അഗ്രം മുറിച്ചെടുത്താൽ അത് എക്സ്പ്ലാന്റ് ആണ്. റൂട്ടിന്റെ അറ്റം മുറിച്ചത് അത് എക്സ്പ്ലാന്റ് ആണ്. അതിനാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്? ഒരു പുതിയ ചെടിയാക്കി മാറ്റുന്നത്. സോ എ സെൽ ഓർ എ ടിഷ്യൂ ഓർ എനി പ്ലാന്റ് പാർട്ട് ഈസ് കാൾഡ് എക്സ്പ്ലാന്റ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ, എവരി സെൽ കണ്ടെയ്ൻ കംപ്ലീറ്റ് ജനറ്റിക് ഇൻഫർമേഷൻ ടു ഡെവലപ്പ് ഇൻടു കംപ്ലീറ്റ് ഓർഗനിസം ഈസ് കാൾഡ്
totipotency. Very sure what is totipotency and what is its advantage. It is helpful for tissue culture. Like what is the basic reason for tissue culture? It is totipotency. ഇനി ഇത് നടന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ആ വാഴയുടെ കേസ് തന്നെ. ഈ വാഴയ്ക്ക് തന്നെ 5 കന്ന് വീതം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു പഞ്ചായത്ത് മുഴുവൻ വ്യാപിക്കണമെങ്കിൽ 10 വർഷം എടുക്കുന്ന പറഞ്ഞാലോ നിങ്ങൾക്ക് ചെയ്യാം. ഈ വാഴയുടെ ഇലയുടെ ഒരു അത്ര ഭാഗം മുറിച്ചെടുക്കും. അത്ര ഭാഗം മുറിച്ചെടുക്കും. ഞാൻ ഇവിടേക്ക് വരാണ് എക്സ്പ്ലാന്റ്. പ്ലാന്റിന്റെ മുൻപുണ്ടായിരുന്നു. ഇതിനെ കൊണ്ടുവന്ന് ഒരു കൾച്ചർ മീഡിയത്തിനകത്ത് ഇടുകയാണ്. കൾച്ചർ മീഡിയം എന്നാൽ കൾച്ചർ മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ബാലൻസ് ഡയറ്റ് വേണം. അതുപോലെ ചെടിക്ക് ജീവിക്കാനുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ലിക്വിഡ് മീഡിയത്തെ വിളിക്കുന്നവരാണ് കൾച്ചർ മീഡിയം. അത് വെറും പച്ചവെള്ളം പോലെ ആയിരിക്കത്തില്ല, എന്നാൽ പാറ പോലെ ആയിരിക്കത്തില്ല, ഒരു കുറുകിയ കഞ്ഞിവെള്ളം പോലെ ജെല്ലി പോലെ ആയിരിക്കും. കാരണം അതിനകത്ത് ചെടി ഉറച്ചിരിക്കും, വേര് കിളിക്കുകയും ചെയ്യും, എന്നാൽ സോഫ്റ്റ് ടിഷ്യൂ വളരാൻ പറ്റുകയും ചെയ്യും. കൾച്ചർ മീഡിയം അതിനകത്ത് എന്ത് കാണും? ചെടിക്ക് വളരാനുള്ള എല്ലാ ഘടകങ്ങളും കാണും. എന്താ കാണും? സൂക്രോസ് കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ആയിട്ട്, ദെൻ പ്രോട്ടീന് വരെ അമിനോ ആസിഡ് കാണും, ഫാറ്റിന് വരെ ഫാറ്റി ആസിഡ് മിശ്രണം കാണും, മിനറൽസ് കാണും, വൈറ്റമിൻസ് കാണും, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും, pH മെയിൻറ്റെയിൻ ചെയ്തിരിക്കും, ജലം കറക്റ്റ് കാണും, നല്ല വായു സഞ്ചാരമാണ്. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ബാക്ടീരിയ ഒന്നും കടക്കാത്ത ഒരു സംവിധാനമാണ് ടിഷ്യൂ കൾച്ചർ. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനകത്തേക്ക് ഞാൻ ഇതിനെ ഇടുക. കുറെ കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് മൾട്ടിപ്ലൈ വലിയൊരു മാസ് ഓഫ് ടിഷ്യൂ. അപ്പൊ ഇതിനകത്ത് ഓക്സിനും സൈറ്റോകൈനും തുല്യ അളവിൽ കൊടുക്കും. കാരണം നിങ്ങൾ പഠിച്ച ഓക്സിജൻ സൈറ്റോകൈൻ പ്രൊമോട്ട് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ മൾട്ടിപ്ലൈ ചെയ്തതിന് വലിയൊരു മാസാണ്. ഈ മാസം എടുക്കുകയാണ് കാലസ്. ഈ കാലസിനെ പുറത്തെടുക്കുകയാണ്. പുറത്തെടുത്ത് മുറിച്ചു 100 പീസാക്കി എന്നുവെച്ചാൽ 100 കഷ്ണമാക്കി. ആൻഡ് ഈച്ച് പീസ് ഈസ് കാൾഡ് എംബ്രിയോയിഡ്. എംബ്രിയോയിഡ് എന്നാണ്. കാരണം എംബ്രിയോ അല്ല, സൊമാറ്റിക് എംബ്രിയോ, ശരീരത്തിൽ നിന്നുണ്ടാക്കിയ എംബ്രിയോ അല്ലേ. ഒരു എംബ്രിയോ പോലെയാണ്. കാരണം ഇത് പ്ലാന്റായി മാറും, റൂട്ടും ഉണ്ടാകും, ഷൂട്ടും ഉണ്ടാകും. പക്ഷെ ഇത് ശരീര സെല്ലിൽ നിന്നുണ്ടാക്കിയ എംബ്രിയോ ഇതിനാണ് എംബ്രിയോയിഡ് അഥവാ സൊമാറ്റിക് എംബ്രിയോ. എംബ്രിയോയിഡ് അഥവാ സൊമാറ്റിക് എംബ്രിയോ. എന്നിട്ട് ഈ എംബ്രിയോയിഡിനെ കൊണ്ടുവന്ന് വേറെ കൾച്ചർ ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് ആദ്യം ഓക്സിജൻ കൂട്ടി കൊടുക്കും, സൈറ്റോകൈൻ കുറച്ചു കൊടുക്കും. അപ്പൊ അതിനെന്തുണ്ടാകും? അത് ഷൂട്ട് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് വേറെ പാത്രത്തിലേക്ക് വരും. ഇന്ന് വേറെ പാത്രം വന്നാൽ ഇതിനകത്തിരിക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുത്ത് ന്യൂട്രിയൻസ് കുറഞ്ഞു പോകും. അപ്പൊ വീണ്ടും ഒഴിച്ചെടുത്ത് ഇളക്കി കൊടുക്കാനൊക്കത്തില്ല. കാരണം ഇളക്കിയത് ചീത്തയായപ്പോൾ സെല്ലുകളല്ലേ, അതുകൊണ്ട് അടുത്തതിലേക്ക് മാറ്റി. അതിന് ആദ്യം ഷൂട്ടുണ്ടല്ലോ, പിന്നെന്ത് ചെയ്യും? ഇതിനകത്ത് ഓക്സിജൻ കുറച്ചിട്ട് സൈറ്റോകൈൻ കൂട്ടും. അപ്പോഴത്തേക്ക് എന്ത് വിളിക്കും? റൂട്ട് വിളിക്കും. മനസ്സിലായി? ഓക്സിജൻ ഫോർ റൂട്ട് ആൻഡ് സൈറ്റോകൈൻ ഷൂട്ട്. ഓക്കെ, തിരിച്ചാണ്. സൈറ്റോകൈൻ കൂട്ടി കൊടുക്കും, ഓക്സിജൻ കുറച്ച് കൊടുക്കും. സൈറ്റോകൈൻ കൂട്ടും. ആദ്യം ഷൂട്ടാണ് വിളിക്കുന്നത്, റൂട്ടല്ല കേട്ടോ. പല വിചാരിക്കും ആദ്യം റൂട്ടാണ് വിളിക്കുന്നത്, പിന്നെ ഷൂട്ട് അങ്ങനെയല്ല. ആദ്യം ഷൂട്ട് ജെർമിനേറ്റ് ചെയ്ത് പിന്നെയാണ് റൂട്ട് ഉണ്ടാക്കിയത്. ആദ്യം സൈറ്റോകൈൻ കൂട്ടി കൊടുക്കും, അപ്പോൾ ഷൂട്ട് ഉണ്ടാവും. ഇതിനകത്ത് എന്ത് ചെയ്യും? ഇതിനകത്ത് നേരെ തിരിച്ച് സൈറ്റോകൈൻ കുറയ്ക്കും, ഓക്സിജൻ കൂട്ടി കൊടുക്കും, അപ്പോൾ റൂട്ടും കൂടെ ഉണ്ടാവും. അപ്പൊ കംപ്ലീറ്റ് പ്ലാന്റ് ആയല്ലോ. എന്നിട്ട് ഇത് കുറെ നിറയാൻ മാറ്റി നിറയണം. കാരണം ഇതിനകത്ത് കുറെ കഴിയുമ്പോഴത്തേക്ക് ഫുഡിന്റെ അളവ് കുറഞ്ഞു വരും. അപ്പൊ മാറ്റി അടുത്തേക്ക് മാറ്റി കൊടുക്കണം. ഇങ്ങനെ കൊടുത്ത് ഇടിയുന്നു, വലുതായി വരും. ഇങ്ങനെ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സബ് കൾച്ചറിങ് എന്ന് പറയുന്നത്. സബ് കൾച്ചറിങ്. സോ ദാറ്റ്സ് എ മെത്തേഡ് കോൾഡ് സബ് കൾച്ചറിങ്. ഓക്കെ, സബ് കൾച്ചറിങ്. കുറെ കഴിയുമ്പോൾ കംപ്ലീറ്റ് പ്ലാന്റ്. അതിലേക്ക് എത്ര പ്ലാന്റ് ഉണ്ടാക്കാം? 100 പ്ലാന്റ് ഉണ്ടാക്കാം അല്ലേ? ഞാൻ 1000 കുറിക്കുകയാണെങ്കിൽ 1000 പ്ലാന്റ് ഉണ്ടാക്കാം. ഇവിടെ ചെറിയ പ്ലാന്റ് പാർട്ടല്ലേ ഉപയോഗിക്കുന്നത്. സോ ദിസ് ആൾസോ കോൾഡ് ആസ് മൈക്രോ പ്രൊപ്പഗേഷൻ. Tissue culture we are using a small part of plant parts. So it is called micro propagation. ചെറിയ പാർട്ട് ഉപയോഗിച്ചുള്ള പ്രൊപ്പഗേഷൻ എന്നെ വിളിക്കുന്നത് മൈക്രോ പ്രൊപ്പഗേഷൻ. So tissue culture is also called as micro propagation because since a very small fragment of plant such as a cell or a tissue or an explant is used for cultivation or propagation, it is called micro propagation. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ന്യൂട്രിയന്റ് മീഡിയത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം എന്ന് ഓർത്തിരിക്കണം.
ഈ കൾച്ചർ മീഡിയ ന്യൂട്രിയൻ മീഡിയ എന്തെല്ലാം ഉണ്ടായിരിക്കണം? ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ കാർബൺ സോഴ്സ്. ചെടിക്ക് കാർബൺ കിട്ടണ്ടേ? അത് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കാനേ പറ്റില്ല. അത് കാർബൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് പോലെ സോഴ്സ് ആണ്. ഇറ്റ് ഈസ് ആസ് സൂക്രോസ് ആണ് കൊടുക്കുക. Then such as sucrose, then inorganic salt such as minerals, then vitamins, then plant growth hormones like auxin, cytokine എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ ചോദിക്കാം, what are the compounds that is present in a culture medium? Carbon source sucrose, then vitamins, inorganic salt, then plant hormones, pH regulate ചെയ്യണം, pH നോക്കണം, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം, ബാക്ടീരിയ ഒന്നും കടക്കാതെ നോക്കണം, ഇതെല്ലാം ചെയ്യണം. മനസ്സിലായി? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കംപ്ലീറ്റ് പ്ലാന്റ് കിട്ടും. ഇനി സാധാരണ നെയിം ഓഫ് ടിഷ്യൂ കൾച്ചർ മൈക്രോ പ്രൊപ്പഗേഷൻ. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഇതിപ്പോ തന്നെ പഠിച്ചോണേ. വാട്ട് ഈസ് എക്സ്പാൻഡ് ടിഷ്യൂക്ക്, വാട്ട് ഈസ് താലസോയ്ക്ക്, വാട്ട് ഈസ് എംബ്രിയോ അഥവാ സൊമാറ്റിക് എംബ്രിയോ, വാട്ട് ഈസ് സബ് കൾച്ചർ, ഇതെല്ലാം ചോദിക്കും. കൾച്ചർ മീഡിയത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം എന്ന് ചോദിക്കും. ഇനി പാർട്ട് സെലക്ട് ഫോർ ടിഷ്യൂ കൾച്ചർ എക്സ്പാൻഡ്. എ മാസ് ഓഫ് ടിഷ്യൂ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്രോത്ത് ഓഫ് എക്സ്പാൻഡ് ഇസ് കാൾഡ് കാലസ്. എ ഫ്രാഗ്മെന്റ് ഓഫ് കാലസ് ഇസ് കാൾഡ് എംബ്രിയോ അഥവാ സൊമാറ്റിക് എംബ്രിയോ. Then by increasing cytokine in shoot to be produced, then transferring into another media having high oxygen and low cytokine, the root will develop. Then for the complete growth that has been transferred into many culture media, that's called subculture. Subculture ക്ക് അത് പരീക്ഷ ചോദിക്കാൻ സാധ്യതയില്ല, ഇല്ല എന്ന് ഞാൻ പറയുക. പഠിക്കണം നമുക്കിതല്ല. ഓക്കെ. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് കേട്ടുള്ളൂ. ഒന്ന്, ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ് ക്യാൻ റീപ്രൊഡ്യൂസ് ഇൻ ഷോർട്ട് ടൈം. ശരി, ഇപ്പൊ ഇതേപോലെ മുറിയിൽ ബുക്ക് ഷെൽഫ്, ഇപ്പൊ നിങ്ങൾ സാധനം ഹോർലിക്സ് കുപ്പി പോലെ കുപ്പിക്കകത്ത് സാധനം ചെയ്യുന്നത് മാക്സിമം വലുതായിട്ട്. അങ്ങനെ ഈ ഒരു മുറിയിൽ ഇങ്ങനെ തട്ടായിട്ട് റാക്കുകൾ അടിച്ചു വെച്ചാൽ, ബുക്കൊക്കെ വയ്ക്കുന്ന ഷെൽഫുകൾ അടിച്ചാൽ, ഈ ഒരു മുറിയിൽ തന്നെ ഇത് 12-20 മുറിയാന്ന് വെച്ചു, എത്ര ബുക്ക്, എത്ര ഷെൽഫ് അടിക്കാൻ വെക്കും? അപ്പൊ എത്ര ഹോർലിക്സ് കുപ്പികൾ അടിക്കടിക്ക് വെക്കാനൊക്കെ ലൈറ്റ് ഇട്ട് കൊടുത്താൽ, ഇടയ്ക്കിടയ്ക്ക് ട്യൂബ് ലൈറ്റ് വെച്ച് കൊടുത്താൽ, എനിക്ക് തോന്നുന്നു ഈ ഒരു മുറി തന്നെ നമുക്ക് ഷെൽഫായിട്ട് അടിക്കണം 50,000 കുപ്പി വെച്ച് കൊടുക്കും. അതായത് എനിക്ക് ഇത്രയും സമയത്ത് ഈ ഒരു മുറിക്ക് അത് 50,000 പ്ലാന്റ് ഉണ്ടായിക്കൂടെ? അതാണ് എന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. വി ക്യാൻ പ്രൊഡ്യൂസ് ലോർജ് നമ്പർ ഓഫ് പ്ലാന്റ് ഷോർട്ട് ടൈമാ. ഇത് ഇത്രയും ചെയ്ത് ഇങ്ങനെ വരാൻ വേണ്ടി 3 മാസം മതി. വാഴ ഒരു പഞ്ചായത്തിൽ വ്യാപിക്കാൻ 10 വർഷം വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ വാഴയുടെ തൈയിൽ ഒരു 100 പ്ലാന്റ് ഉണ്ടാക്കാം. എനിക്ക് വേണമെങ്കിൽ 50,000 പ്ലാന്റ് ഉണ്ടാക്കാം അല്ലെ? എത്ര മാസം മതി? 3 മാസം മതി. അടുത്ത മെത്തേഡ് ഈസ് കാൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ. എന്താണെന്ന് പറഞ്ഞല്ലോ, അത് പ്ലാന്റ്സ് വിൽ ബി ജനറ്റിക്കലി ഐഡന്റിക്കൽ. ശരിയല്ലേ? ഈ പ്ലാന്റിന് എടുത്തിട്ട് കംപ്ലീറ്റ് പ്ലാന്റ് സെയിം, ഒരിക്കലും അതിന് സ്വഭാവം നഷ്ടപ്പെടത്തില്ല. ദ പ്ലാന്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഐഡന്റിക്കൽ. സോ സൊമാറ്റിക്സ് ബോഡിയിൽ എടുത്തിട്ടുള്ള സൊമാറ്റിക്സിൽ നിർത്താണ്ട് ക്ലോൺ ആയിരിക്കുമല്ലോ, വലിയ ഇരിക്കും. പക്ഷെ അതിന് വേറെ വിളിച്ചിട്ടുണ്ട് സോമാഫ്ലോൺ. സോമാഫ്ലോൺ ടിഷ്യൂ കൾച്ചറിൽ ഉണ്ടാക്കിയ ചെടിയുടെ ഗ്രൂപ്പിനെ വിളിക്കുന്നത് എന്താണ്? ക്ലോണാണ്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ആസ് സോമാഫ്ലോൺ ബിക്കോസ് ഇറ്റ് ജനറ്റിക്കലി സിമിലർ ഇൻ നേച്ചർ. അടുത്തത്, we can produce commercially tomato, banana, apple etc. produced by tissue culture. കാരണം എന്താ? ബനാനയ്ക്കകത്ത് തൈ ഉണ്ടാവണമെങ്കിൽ സീഡില്ല, ആപ്പിളിനകത്ത് സീഡ് കിളിക്കാൻ വലിയ പാടാണ്. അതുപോലെ തന്നെ പൈനാപ്പിൾ അതൊന്നും ഒരിക്കലും സീഡില്ലല്ലോ. നമുക്ക് ഇങ്ങനെ ധാരാളം തൈ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ we can produce tomato, pineapple and banana in commercial way. That we can also call ഇങ്ങനെ ചെയ്യാൻ കഴിയും. മനസ്സിലായി? ഇതാണ് എന്റെ മെത്തേഡ്. സോ ദിസ് ഇസ് ദ അഡ്വാൻറ്റേജ്. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ്? We can produce a number of plant in limited time. The method is also called as micro propagation. We can produce so many plants from seedless plants. അതാണ്. We can produce so many new plants from seedless plants. സീഡ് ഇല്ലാത്ത ചെടിയിൽ നിന്നും ധാരാളം തൈകൾ ഉണ്ടാക്കാൻ കഴിയും അല്ലേ? സീഡ് ഇല്ലാത്ത ചെടിയിൽ നിന്നും സാധാരണ തൈ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ തണ്ട് പൊടിച്ചൊടിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ സക്കർ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യണം. പക്ഷേ we can produce numerous plant from seedless plants such as banana, pineapple, tomato etc. ടൊമാറ്റോ ഓക്കെ, ടൊമാറ്റോയ്ക്കും ആപ്പിൾ എക്സെട്ര, ടൊമാറ്റോയ്ക്കും അങ്ങനെ ഉണ്ടാക്കാറ്. ടൊമാറ്റോ സൈഡ് വിളിക്കാനൊക്കെ പാടാണ്. ഇനി ഒരു കാര്യം പറയുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വായിക്കുകയാണ്. ഓക്കെ, നിങ്ങളൊരു പ്ലാന്റ് കൊണ്ടുവന്നു വീട്ടിനകത്ത്, maybe from it's an exotic plant. എക്സോട്ടിക് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്തൊരു ചെടിയാണ്. വിദേശത്ത് നിന്ന് ഒരു ചെടിയുണ്ട്, ഇവിടെ കൊണ്ട് നന്നായിട്ട് പരിപാലിച്ച് എനിക്ക് വന്നപ്പോൾ കാണാം പെട്ടെന്ന് തന്നെ അസുഖം. അപ്പൊ നിങ്ങൾ വിചാരിക്കണം ഇതിന്റെ ഈ കുറെ തൈയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ കാണാം ഇതിന് ചെടി കംപ്ലീറ്റ് തന്നെ രോഗങ്ങൾ. ഇവിടെ എല്ലാം ഡിസീസ്.
ഡിസീസ് പിടിച്ച ചെടിയിൽ നിന്ന് നമ്മൾ ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് രോഗാണുക്കൾ വരും അല്ലേ. ഹൗ ക്യാൻ യു പ്രൊഡ്യൂസ് എ ഡിസീസ് ഫ്രീ പ്ലാന്റ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഡിസീസ് ഫ്രീ പ്ലാന്റ് ഫ്രം ഡിസീസ്ഡ് പ്ലാന്റ്. ഡിസീസ്ഡ് പ്ലാന്റിൽ നിന്ന് ഒരു ഡിസീസ് ഫ്രീ പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കാതെ ചോദ്യം. അപ്പൊ നിങ്ങൾ പറയും ഡിസീസ് ഇല്ലാത്ത ഒരു ഭാഗം മുറിച്ചെടുത്താണ്. ഏത് ഭാഗത്ത് എടുക്കാൻ കഴിയും? അതായത് യു ക്യാൻ പ്രൊഡ്യൂസ് എ ഡിസീസ് ഫ്രീ പ്ലാന്റ് ഫ്രം ഡിസീസ്ഡ് പ്ലാന്റ് ബൈ മെരിസ്റ്റം കൾച്ചർ. മെരിസ്റ്റം വളരെ അഗ്രഭാഗം ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുക്കുക ആദ്യം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും ഹൗ വിൽ യു മേക്ക് എ ഡിസീസ് ഫ്രീ പ്ലാന്റ് ഫ്രം ഡിസീസ്ഡ് പ്ലാന്റ്? ഉത്തരം you can produce a disease free plant from diseased plant by taking meristem as explant. Explant ആയിട്ട് മെരിസ്റ്റം എടുക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഡിസീസ് ഫ്രീ പ്ലാന്റ് ഉണ്ടാക്കാം. ഓക്കെ, ഇഫ് യു ടേക്ക് എക്സ്പ്ലാന്റ് ആസ് മെരിസ്റ്റം അതിനെ വിളിക്കുന്ന പേരാണ് മെരിസ്റ്റം കൾച്ചർ. മെരിസ്റ്റത്തിനകത്ത് രോഗാണുക്കൾ കാണത്തില്ല. അതെന്താണ്? ചെടി മൊത്തം രോഗം പിടിച്ചിട്ട് മെരിസ്റ്റത്തിൽ രോഗാണുക്കളില്ലാത്തത്? രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, why meristems are devoid of pathogen? ഒന്ന്, it is a growing tissue. ഗ്രോയിങ് ടിഷ്യൂ ആകുമ്പോൾ എന്താണ് മെരിസ്റ്റത്തിന് വരാനുള്ള പാടും? അല്ല, മെരിസ്റ്റത്തിനകത്ത് എന്താണ് രോഗം കിടക്കാൻ പാടും? അതായത് പാത്തോജൻസ് എന്ന് പറയുന്നത് ഓട്ടം പിടിച്ചല്ലേ യാത്ര വരുന്നത്. പതുക്കെ പതുക്കെ ഒരു ശരീരം അടുത്ത സെല്ലോട്ട് കിടന്ന് അങ്ങനെ അങ്ങനെ. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പം ബ്ലഡ് ഒഴുകുന്നത് കൊണ്ട് ഇപ്പൊ ഇവിടെ ഒരു മുറിവുണ്ടായെന്ന് വെച്ചു, ഇവിടെ മരുന്ന് വരാൻ വേണ്ടി ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഇവിടെയാണോ? അല്ല, കയ്യിലെടുത്താലും മതി, കാരണം ഇവിടെ എത്തിക്കോളും. എന്താ ആന്റിബയോട്ടിക്സ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് ഇവിടെ വന്നോളൂ. അങ്ങനെ ഒരു ബ്ലഡ് ഒഴുകല്ലേ നമുക്കല്ലേ, അതൊരു കുഴപ്പമില്ല. ചെടിക്കൊന്നും ഒഴുകുന്നൊരു ബ്ലഡ് ഉണ്ടോ? ഇല്ല. പക്ഷെ ആരുണ്ട്? കണ്ടക്റ്റീവ് ടിഷ്യൂസ് ഉണ്ടല്ലേ, അതുകൊണ്ട്. പക്ഷെ മെരിസ്റ്റത്തിനകത്ത് എന്തില്ല? നോ സൈലം ആൻഡ് ഫ്ലോയം. സൈലം ഫ്ലോയം ആകുന്നില്ല, മെരിസ്റ്റത്തിനകത്തില്ല. ഒരു കാരണം ഞാൻ പറയുകയാണ്, മെരിസ്റ്റത്തിൽ പാത്തോജൻ അല്ല. എന്തുകൊണ്ട്? മെരിസ്റ്റത്തിനകത്ത് കണ്ടക്റ്റീവ് ടിഷ്യൂസ് ഇല്ല. കണ്ടക്റ്റീവ് ടിഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ആ സൈലത്തിൽ ഇവിടെ വെള്ളത്തിൽ ഒഴി അങ്ങ് മേളിൽ ചെന്നേനെ. പക്ഷെ അവിടെ സൈലത്തിൽ ഫ്ലോയോ മെരിസ്റ്റത്തിൽ എത്തുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് സൈലത്തിൽ ഫ്ലോയത്തിൽ ഫുഡ് കിട്ടുന്നത് എങ്ങനെയാണ്? അത് ബൈ ഡിഫ്യൂഷൻ. താഴത്തെ സെല്ല് ഡിഫ്യൂസ് എന്ന് പറഞ്ഞു. രണ്ട്, ഇറ്റ് ഈസ് ആൾവേസ് ഡിവൈഡിങ്. എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഒരാൾ തെങ്ങിൽ കയറുകയാണ്, താഴെ ഒരു പട്ടി അയാളെ കടിക്കാൻ വരുന്ന വെച്ചോ. പട്ടി കൂടെ കയറുകയാണ്, പക്ഷെ കടിക്കാൻ പറ്റില്ല. കാരണം എന്താ? പട്ടി കയറുന്ന അതേ വേഗത്തിൽ ഇയാൾ തെങ്ങിൽ കയറിക്കൊണ്ടിരിക്കും. ഈ പട്ടി പൂച്ച ഓടിക്കുമ്പോൾ പൂച്ച മരത്തേക്ക് കയറും അല്ലെ, പട്ടിയും കൂടെ കയറും കുറെ. പക്ഷെ പട്ടിക്ക് പൂച്ച പിടിക്കാൻ പറ്റില്ല. കാരണം എന്താ? പട്ടി കയറുന്ന അതേ വേഗത്തിൽ പൂച്ചയെ മുകളിലോട്ട് കരിക്കൊണ്ടിരിക്കും. അപ്പോൾ പട്ടിക്ക് ഒരിക്കലും അടുത്തെത്താൻ പറ്റില്ല, പൂച്ച അടുത്തെത്താൻ പറ്റില്ല. ഇതുപോലെയാണ് ഈ ചെടിയില് മെരിസ്റ്റം വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ആര് ചെല്ലും അവിടെ? പാത്തോജൻ ചെല്ലും തോറും ഈ മെരിസ്റ്റം വളർന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് കാണുന്നില്ലെങ്കിലും പതിയെ സ്ലോയിലാണ്. ഈ പാത്തോജനും സ്ലോയിലാണ് പോകുന്നത്. സോ ഈ കാനോട്ട് റീച്ച് അറ്റ് ദ മെരിസ്റ്റം. ഈ സാധാരണ ഈ കഴുത പറത്തി യാത്ര ചെയ്യുന്ന ഒരു കഴുതയെ നടത്തിക്കാൻ ഒരു വിദ്യയുണ്ട്. എന്ന് പറയുമ്പോൾ ഒരാൾ കഴുത പറത്തി യാത്ര ചെയ്യുന്ന ചോദിച്ചു, കഴുത നടക്കാൻ ഭയങ്കര മടിയുള്ള. അപ്പൊ അയാൾ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കമ്പി ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് ഒരു പഴക്കൊര ഇട്ട് തൂക്കും. ഇനിയിപ്പോ നടന്നു ഈ കഴുത പഴക്കൊര തിന്നാൻ വേണ്ടി മുന്നോട്ട് നടക്കും. സ്വയം അപ്പൊ അയാൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യും. കഴുത പൊയ്ക്കൊണ്ടിരിക്കും, ഇയാൾ ചെമ്പിക്കൊണ്ടിരിക്കും. അപ്പൊ കഴുത പെട്ടെന്ന് പോകും. ശരിയല്ലേ? ഇടത്തോട് തിരിയണമെങ്കിൽ അയാൾ ഇടത്തോട് തിരിച്ചാൽ സ്റ്റിയറിംഗ് പോലെ അല്ലേ? ഇതാണ് ആസ് ലോങ് ആസ് ദ പാത്തോജൻ റീച്ചസ് ദ മെരിസ്റ്റം ഡിവൈഡ്. ചിലപ്പോൾ പരീക്ഷ ചോദിക്കാം, പുസ്തകത്തിൽ ഇല്ലാട്ടോ, അത് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കും. വാട്ട് ഈസ് മെരിസ്റ്റം കൾച്ചർ, വാട്ട് ഈസ് ഇറ്റ്സ് അഡ്വാൻറ്റേജ്, വൈ എന്ന് ചോദിച്ചാൽ മെരിസ്റ്റം കൾച്ചർ ഇസ് ടിഷ്യൂ കൾച്ചർ മെത്തേഡ് യൂസിങ് മെരിസ്റ്റം. വാട്ട് ഇസ് അഡ്വാൻറ്റേജ്? We can make a disease-free plant from diseased plant. Why? Meristem is not without pathogen. One, it is dividing, and it do not have xylem and phloem. Since it do not have xylem and phloem, pathogen cannot reach by conduction. Then, as it is dividing, pathogen cannot reach because the cells are dividing. അപ്പോൾ പാത്തോജൻ ഇല്ലാത്ത അറ്റത്തുള്ള ഏറ്റവും നല്ല സെൽ എടുത്ത് കൾച്ചർ മെഡിക്കൽ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഡിസീസ്ഡ് പ്ലാന്റ് ഇന്ന് ഡിസീസ് ഫ്രീ പ്ലാന്റ് ഉണ്ടാക്കാം. അത് മനസ്സിലായല്ലോ? യെസ്. ഇനി നമ്മൾ പഠിക്കുന്ന മറ്റു കാര്യമാണ്
ഹൈബ്രിഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് എന്ത് ചെയ്യാം? ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരിടത്ത് പയറടി കളിക്കും, അടുത്ത ഭാഗം ഇത്രയും ദൂരമാണ്. നല്ല വേറെ നമ്മൾ കാണാം. പക്ഷെ ഇതിന് രോഗം വരും കേട്ടോ. ഹൈ ഈൽഡാണ്, പക്ഷെ ഡിസീസ് റെസിസ്റ്റന്റ് ആണ്. വേറെയാണെങ്കിൽ ലോ ഈൽഡ്, ചെറിയ പയറാണ്, പക്ഷെ ഡിസീസ് റെസിസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്കൊരു ഹൈബ്രിഡ് ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കും? ഹൈബ്രിഡ് എന്തായിട്ട് ഇത് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ചെടിക്കകത്ത് നിങ്ങൾ ക്രോസിംഗ് നടത്തിയെടുത്തു. അപ്പോൾ ഡിസീസ് റെസിസ്റ്റന്റുമായി ഹൈ ഈൽഡുമായി. ശരിയല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം. ഇനി വേറെ ഏതാ നിങ്ങൾ കണ്ടത്? വേറെ ഒരു വാഴ നിൽക്കുന്നു, വലിയ പോലെ, ഇത്രയും വലിയ പോലെ. തിന്നു നോക്കിയപ്പോൾ തന്നെ മധുരമൊന്നുമില്ല. മധുരമൊക്കെ ഇല്ലാത്ത പലരുണ്ടല്ലേ, ഈ നിങ്ങൾ കറി വെക്കുന്ന ഒരു കായ ഉണ്ടല്ലോ, കറിക്ക വലിയ കായായിരിക്കും അല്ലെ, പഴുപ്പിച്ച് നമ്മളൊക്കെ. വേറെ കാണാം, ഒരു വാഴ നിൽക്കുന്നു, ചെറിയ പോലെ, ഇത്രയോ, പക്ഷെ നല്ല മധുരം, ഭയങ്കര മധുരം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ തലയെ പൊട്ടി ലഡു നിങ്ങളായി ഇതുള്ള ഇതിന്റെ മധുരവും ഇതിന്റെ വലിപ്പം കൂടെ ചേർത്ത് ഒരു വാഴ കിട്ടിയ അടിപൊളിയായിരിക്കും അല്ലേ? എങ്ങനെ ചെയ്യാനൊക്കെ ഇതിനകത്ത് ചെയ്യാനൊക്കെ ഹൈബ്രിഡ് ഉണ്ട്. എന്റെ ചോദ്യമാണ്, ക്യാൻ യു മേക്ക് ഹൈബ്രിഡ്? ഹൈബ്രിഡ് ഉണ്ടാകാനൊക്കെ ഓക്കെ. എന്താ കാര്യം? ഹൈബ്രിഡ് ഉണ്ടാക്കണമെങ്കിൽ ഇതിനെ നമ്മൾ ക്രോസിംഗ് നടത്തി അതിന്റെ സീഡ് എടുത്ത് നട്ട് അടുത്ത തലമുറ ഉണ്ടാക്കണ്ടേ? വാഴയ്ക്ക് എന്തില്ല? സീഡില്ല. ഇപ്പൊ വാഴ അല്ലെങ്കിൽ പൈനാപ്പിൾ അല്ലെങ്കിൽ പൊട്ടറ്റോ അല്ലേ, അതുപോലെ സീഡ്ലെസ് ഗ്രേപ്പ് ഇങ്ങനെയുള്ള ചെടിക്കൊന്നും ഉണ്ടാക്കത്തില്ല, ഹൈബ്രിഡിനെ ഉണ്ടാക്കാനൊക്കത്തില്ല. ബിക്കോസ് there is no seed formation. ശരിയല്ലേ? there is no seed formation. So we cannot make any hybrid. ശരിയല്ലേ? അപ്പൊ അവിടെ കണ്ടുപിടിച്ച വിദ്യാർത്ഥി പേരാണ് somatic hybridization. somatic hybridization ഇത് രണ്ട് ശരീരകോശങ്ങളെ തമ്മിൽ ഹൈബ്രിഡ് ആക്കി എടുക്കുക. എന്താ ചെയ്യുന്ന? ഈ വാഴയുടെ ഒരു സെല്ല് എടുക്കും, ഈ വാഴയുടെ ഒരു സെല്ല് എടുക്കും, എന്നിട്ട് സെല്ലുലേസ് എൻസൈം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഈ സെൽ വാൾ രണ്ടും അലിഞ്ഞു പോകുമ്പോൾ ഈ സെല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടും. സെല്ലുലേസ് സെൽവാളങ്ങ് അലിയിച്ചതിന് ശേഷം ഒരു കെമിക്കലൊക്കെ ഉണ്ട്, പെഗ് എന്ന് പറഞ്ഞിട്ട് പോളി എത്തിലീൻ ഗ്ലൈക്കോളേറ്റ് എന്ന് പറയും. ആ കെമിക്കലൊക്കെ ഒഴിച്ച് ഈ സെല്ലുകൾ കൂട്ടിമുട്ടിച്ചിട്ട് ഇപ്പൊ ഹൈബ്രിഡ് സെല്ലല്ലേ, ദിസ് ഈസ് എ ഹൈബ്രിഡ് സെൽ. എന്നിട്ട് ഈ സെല്ലിൽ നിന്ന് ഒരു വാഴ ഉണ്ടാക്കിയിട്ട് ടിഷ്യൂ കൾച്ചർ വഴി ഈ സെല്ലിനെ ഇതൊരു ഹൈബ്രിഡ് സെല്ലാണ്. ആ സെല്ലിനെ ടിഷ്യൂ കൾച്ചർ വഴി ഒരു വാഴയാക്കി എടുക്കുമ്പോൾ ആ വാഴയ്ക്കകത്ത് രണ്ട് ഗുണങ്ങളും കമ്പൈൻ ചെയ്ത് വര, അങ്ങനെ കുറെ വാഴകൾ ഉണ്ടാക്കുക വർണ്ണത്തിന് സ്വഭാവമാണ്. സോ വി ക്യാൻ പ്രൊഡ്യൂസ് എ പ്ലാന്റ്. It's called somatic hybridization. What is somatic hybridization? There is a production of a hybrid plant from two somatic cells of two varieties. രണ്ട് വ്യത്യസ്ത വെറൈറ്റികളിലെ സെല്ലുകൾ ചേർത്ത് ഒരു ഹൈബ്രിഡ് പ്ലാന്റ് ഉണ്ടാകുന്ന വിദ്യ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. സ്റ്റെപ്പുകൾ എന്താണ്? സെലക്ഷൻ ഓഫ് two cells from two parent having desirable qualities. Then cell wall is dissolved with the cellulase enzyme. Then the protoplasm of the cells are fused with certain chemical substances. The hybrid protoplast is multiplied by tissue culture to a complete plant. അപ്പോൾ ഒന്നുകൂടെ പറയാം, സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടില്ല. സെലക്ഷൻ ഓഫ് ടു പേരന്റ് വിത്ത് ഡിസൈറബിൾ ക്വാളിറ്റീസ്, ഐസൊലേറ്റിംഗ് ടു സെൽസ് ഫ്രം ദ പേരന്റ്, dissolving the cell wall with the cellulase enzyme, fusing the protoplasm, producing hybrid protoplast. Then the cell is multiplied by tissue culture and producing the new plant. ഒരു ഡൗട്ട് ഒന്നും തോന്നുന്നുണ്ടോ? എന്താണ് ഇതിനകത്ത് 10 ക്രോമോസോം പുതിയ ജന്തു 20 ക്രോമോസോം ആയിരിക്കും അല്ലേ? അങ്ങനെ വരാം. പോളിപ്ലോയിഡി എന്നൊക്കെ പറയും. ചെടികൾക്ക് പോളിപ്ലോയിഡി വലിയ കുഴപ്പം ചെയ്യത്തില്ല. നമുക്കൊരു ക്രോമോസോം കൂടിയ രോഗങ്ങളുണ്ട്, എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം അല്ലേ? പക്ഷെ പ്ലാന്റിന് ഈ സങ്കീർണമായ ശരീരപ്രകൃതിയില്ല. നമ്മളിപ്പോൾ സങ്കീർണത പ്ലാന്റിനുണ്ടോ? ഇല്ല. തലച്ചോറില്ല, ബ്ലഡ് വെസൽസ് ഇല്ല, മസ്കുലർ സിസ്റ്റം ഇല്ല,
ചുറ്റോട് പ്രതികരിക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് സങ്കീർണ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഈ ക്രോമസോം നമ്പർ കൂടുന്നതിന് പ്രശ്നം ചെയ്യത്തില്ല. അപ്പൊ നമുക്കൊരു ക്രോമസോം കൂടിയാൽ വലിയ ദോഷമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ പോളിപ്ലോയിഡ് ആയിരിക്കും കേട്ടോ. നോർത്തോണം പ്ലാന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ വിൽ ബി പോളിപ്ലോയിഡ്സ്. അതായത് ഹാപ്ലോയിഡും അല്ല, ഡിപ്ലോയിഡും അല്ല, ട്രിപ്ലോയിഡ്, ടെട്രാപ്ലോയിഡ്, പെന്റാപ്ലോയിഡ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. പോളിപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ അത് കൊള്ളാതെ സയൻസ് ഇങ്ങനെ രണ്ട് കാര്യം ചെയ്തിട്ട് നോക്കിയോളൂ. ഇവര് ടൊമാറ്റോ ചെടി, ടൊമാറ്റോ, പൊട്ടറ്റോ, ടൊമാറ്റോയും പൊട്ടറ്റോ, ടൊമാറ്റോ തക്കാളിയാണ്, പൊട്ടറ്റോ ഉരുളക്കിഴങ്ങാണ്. രണ്ടിന്റെ ഓരോ സൈഡ് എടുത്തു, ഫ്യൂസ് ചെയ്യിച്ചു, ടിഷ്യൂ കൾച്ചർ ചെടി ഉണ്ടായി. ചെടി ഒരു പൊമാറ്റോ എന്നാണ്. പൊമാറ്റോ എന്തോ പ്രതീക്ഷിക്കുന്നത്? അവർ പ്രതീക്ഷിച്ചത് മണ്ണിന്റെ അടിയിൽ ഉരുളക്കിഴങ്ങ്. ആ കൊള്ളാം. മണ്ണിന് മുകളിൽ തക്കാളി. അത് ചെടി തന്നെ തക്കാളി കിട്ടും, ഉരുളക്കിഴങ്ങ് കിട്ടും. അല്ല, അങ്ങനെയാണോ? അവർ ഉദ്ദേശിച്ചതായിരുന്നില്ല. അവർ ഉദ്ദേശിച്ചത് സ്റ്റാർച്ചിന്റെ അളവ് കൂടിയ തക്കാളി, അല്ലെങ്കിൽ പൊട്ടറ്റോയ്ക്കകത്ത് ടൊമാറ്റോയുടെ ടേസ്റ്റ്, അങ്ങനെ അവർ ഉദ്ദേശിച്ചത്. അതല്ലേ നല്ലത്. ഇപ്പൊ തക്കാളി കറി ഉണ്ടാവും, ഉരുളക്കിഴങ്ങ് മുറിച്ചിടണ്ട, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മുറിച്ച് കറി ഉണ്ടാവും, തക്കാളി ഇടണ്ട, അതിന്റെ ടേസ്റ്റ് ഇവര് വരും. പക്ഷെ കണ്ടത് എന്താണ്? മണ്ണിനടിയിൽ പൊട്ടറ്റോ, മണ്ണിന് കൊണ്ട് തക്കാളിയാണ് ഉണ്ടായത്. ആ പടം കാണുന്നുണ്ടല്ലോ. ഇതാണ് ടൊമാറ്റോ പ്ലാന്റ്. ഇത് നല്ലതാണല്ലോ, നല്ലതാണ്. എന്താ കുഴപ്പമില്ല. ഉരുളക്കിഴങ്ങ് വിളവെടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ചെടി പോയി എടുക്കണ്ടേ? തക്കാളി പിടിക്കും. ആദ്യം ഉരുളക്കിഴങ്ങ് ഉണ്ടാകുന്ന നമ്മൾ വിളവെടുക്കണം, തക്കാളി ചെടി പോയി. മനസ്സിലായി? പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ കാണുന്നെങ്കിലും ശാസ്ത്രജ്ഞർ ഉദ്ദേശിച്ച ഡിസൈറബിൾ ക്വാളിറ്റീസിൽ കമ്പൈൻ ചെയ്ത് വരാത്തതുകൊണ്ട് ഈ പരീക്ഷണം അവർ ഇവിടെ നടത്തിയില്ല. പരീക്ഷണത്തിന് വേണ്ടി ചെയ്തെന്ന് മാത്രം. ഇത് കൊമേഴ്സ്യലൈസേഷൻ കഴിഞ്ഞില്ല. നോ ഡിസൈറബിൾ ക്വാളിറ്റീസ് സീം ടു ബി കമ്പൈൻഡ്. ഉദ്ദേശിച്ച ഡിസൈറബിൾ ക്വാളിറ്റി എന്ന് പറയുന്നത് ടൊമാറ്റോക്കകത്ത് സ്റ്റാർച്ച് കൂടുതലാവണം, പൊട്ടറ്റോക്കകത്ത് ടൊമാറ്റോയുടെ ടേസ്റ്റും വരണം. പക്ഷേ രണ്ടും കിട്ടിയില്ല. ഇനി പരീക്ഷണം നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ചെടികൾ വേറെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ നെറ്റ് തപ്പി ഒരുപാട് വേറെ ഇതിലേക്ക് കിട്ടും. അപ്പൊ ഇതാണ് പഠിക്കുന്നത്. പൊമാറ്റോ. വാട്ട് ഈസ് പൊമാറ്റോ? Pomato is a plant produced by somatic hybridization. It is expected to have combined characters of both the plant, but it do not express so. കാണിച്ചില്ല. മനസ്സിലായോ? അപ്പോ നമ്മൾ ഈ ചാപ്റ്റർ കൊണ്ട് അവസാനിക്കുകയാണ്. ഇനി ഇതേപോലെ ഞാൻ തമാശ പറയുന്നത് മാവും പ്ലാവും നമ്മൾ ചേർത്ത് ഒരു ചെടി ഉണ്ടാക്കിയാൽ മാപ്പിള അത് പേരിടാൻ നോക്കത്തില്ല. അതല്ലേ പറയുന്നേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ കുറെ പേര് കണ്ടുപിടിക്കുക. മാവും പ്ലാവും ചേർത്ത് മാപ്പിള. അതുപോലെ വേറെ കഞ്ചാവും പിന്നീട് ഗോതമ്പ് ചേർത്ത് ബോക്ക, അല്ലെ? ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. തമാശ പറയുന്നല്ലോ. ഇനി ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു. സബ് കൾച്ചറിങ് എന്താ നേരത്തെ പറയാം, അല്ലെ? ഇൻട്രസ്റ്റ് പോയിന്റ് ആണ്. ഇനി സസ്പെൻഷൻ കൾച്ചർ എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മളൊരു സെല്ല എടുക്കുന്നെങ്കിൽ ടിഷ്യൂ കൾച്ചർ മീഡിയത്തിന്റെ ഒരു ഡ്രോപ്പ് ഒഴിക്കും. ഒരു ഡ്രോപ്പ് അതിനകത്ത് ആ സെല്ല്. എന്നിട്ട് വായു തുറച്ച് ഉണങ്ങി പോയില്ല. അതുകൊണ്ട് എന്ത് പറയാമോ? ഒരു കണ്ണാടി കൊണ്ട് ബ്ലോക്ക് ഉണങ്ങിയ ഒരു ബ്ലോക്ക് അതിനകത്ത് കമത്തി. അപ്പൊ ഈ സെല്ലിൽ കമന്നു ഞാൻ തൂക്കിക്കിടക്കും. ഇതാണ് സസ്പെൻഷൻ കൾച്ചർ. സസ്പെൻഷൻ കൾച്ചർ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികളുണ്ട്. ഇനി ഇതിനകത്ത് പറയാനുള്ള കാര്യം ശ്രദ്ധിച്ചോണം. ഞാനിവിടെ പ്ലാന്റ് ഹൈബ്രിഡൈസേഷന്റെ ഇതൊക്കെ വരച്ചല്ലേ? ഈ പ്ലാന്റ് ഹൈബ്രിഡൈസേഷന്റെ ഒരു 5 സ്റ്റെപ്പ് ഞാൻ പറയാം. സസ്പെൻഷൻ കൾച്ചർ മനസ്സിലായാലും ഡിഗ്രി ഇരുന്ന് കഴിഞ്ഞാൽ വായു തുടങ്ങി തിരിച്ചു പിടിച്ചു നോക്കുക. അപ്പൊ ഒരു ബ്ലോക്കിനകത്ത് അടഞ്ഞിരിക്കുകയും ചെയ്യും, തൂങ്ങി കിടക്കുകയും ചെയ്യും. അത് സസ്പെൻഷൻ. കുറെ കണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു കാലസാഹം പിന്നെ എടുത്ത് ബാക്കി വേണ്ടി ഞാൻ ചെയ്തു. നമ്മൾ പഠിച്ച 5 മെത്തേഡ് പറയാൻ പോവാണ്. ഒന്ന് ക്ലാസിക്കൽ ഹൈബ്രിഡൈസേഷൻ, മറ്റൊന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ്, ഒന്ന് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, ഇത് മൂന്നും പുതിയൊരു സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ ഒക്കത്തില്ല, അല്ലേ? ഉള്ളതിനെ കമ്പയർ ചെയ്യാനേ ഒക്കത്തുള്ളൂ. ശരിയൊക്കെ ഉള്ളതിനെ കമ്പയർ ചെയ്തു, ഇതുള്ള ജീനെടുത്ത് ഒട്ടിക്കുക ചെയ്തു, പുതിയ ജീനെ ഉണ്ടാക്കാൻ നോക്കത്തില്ല. സോ ദീസ് 3 ഹെൽപ്പ് ഫോർ കമ്പൈനിങ് എക്സിസ്റ്റിംഗ് ക്യാരക്ടർ. നിലവിലുള്ള സ്വഭാവം കമ്പൈൻ ചെയ്യാൻ സഹായിക്കും. എന്നാൽ
fermentation breeding. Soma Cronan variation. Help it to produce new characters. പുതിയ സ്വഭാവങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഇത് രണ്ടുമാണ്. ഇത് മൂന്നും ഉള്ള സ്വഭാവങ്ങളെ കമ്പൈൻ ചെയ്യാൻ സഹായിക്കുന്നു. പുസ്തകത്തിൽ അത് കിട്ടത്തില്ല, പഠിച്ചോ. ഓക്കെ, ആയിരിക്കണം അവന് അവസാനത്തെ. ഓക്കെ, അപ്പൊ ഇതോടെ ആ ചാപ്റ്റർ തീരുകയാണ്. ഈ ചാപ്റ്ററിന്റെ ഡിസ്കഷൻ ഇന്നുണ്ട് വൈകിട്ട്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ചാപ്റ്ററിന്റെ ഈ ചാപ്റ്റർ ഫുൾ ഏരിയ കേട്ടല്ലോ. ഓക്കെ, എന്തെങ്കിലും